ഇവന്റെ വലങ്കരങ്ങളെ പിടിച്ചിട്ട് അതല്ല, ജീവനാടി അതുമല്ല. മുറിച്ചു കളയുന്നാണോ? ആ അപ്പൊ അതുമല്ല. ഫാദില്ലേ കൂയി ഫാദില്ലേ ഫാദിൽ ഉറക്കത്തിൽ ആരും പോയി. ഇല്ലല്ലോ, ഇവിടെ ആരും ഇല്ലല്ലോ. ബ്ലാക്ക് ബോയ്പാസ്റ്ററെ, ഇന്നലെ ബ്ലാക്ക് പേര് പറഞ്ഞില്ലായിരുന്നു. എന്തുവായിരുന്നു പേര്? ബോയ്പാസ്റ്റർ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അനീഷ് ഓഹോ, ബ്രദർ സുബൈർ എന്നൊക്കെ ഷുക്കൂർ എന്നൊക്കെ വിളിക്കുന്ന കേട്ടോ, അതേ എനിക്കറിയത്തില്ല. ഷുക്കൂർ എന്നൊന്നും അല്ലെന്ന്. നിങ്ങ ഇന്നലെ ബ്ലാക്ക് കയറി വന്നപ്പം അവിടെ ബ്ലാക്ക് പേരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഞാനത് ഇന്നലത്തെ നമ്മുടെ റൂമിനകത്ത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ലായിരുന്നു ബ്ലാക്കുമായിട്ട്. അപ്പൊ ഞാനത് ഇപ്പൊ ചാറ്റ് ബോക്സിനകത്ത് ഇട്ടായിരുന്നു. സൗരന്മാര് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, സൗരന്മാരെ നിങ്ങൾ പോയി ആ പേരൊന്ന് തപ്പിയെടുക്കണം കേട്ടോ. പഴയ ഇല്ല, ബ്ലാക്ക് ഇവിടെ ഉണ്ട്. പഴയ വീരയോദ്ധാക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ സാധനങ്ങള്, കാദിയാനികളൊക്കെ ഇറങ്ങി വരുന്നു. ഓഹ്, എനിക്ക് വയ്യ. നമ്മുടെ ഷായാണോ? ഷായും ഉണ്ട്, വേറൊരു കാദിയാനിയും ഉണ്ട്. നോക്കിക്കോണം, ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും കൈവെക്കുവേ. മുഹമ്മദിന്റെ മരണത്തെ പറ്റി പറയും. ചിഷ്ടാവ് കാദിയാനിയല്ല, ഷിഷ്ടാവല്ല, വേറൊരുത്തനുണ്ട് താഴെ ഉണ്ട്. ഷിട്ടാവ് അതെ ഏഞ്ചൽ സിസ്റ്റർ പിതാവിന്റെ ആളാണ് പുള്ളി. അള്ളാഹു പിതാവാണ്. അള്ളാഹു തന്നെ പറയുന്നു, എടാ നീ എന്റെ മോനൊന്നും അല്ല, പോടാ. അപ്പം അള്ളാഹുവിന്റെ വീട്ടുമുറ്റത്ത് ചെന്നിട്ട് ഷിട്ടാവ് നിക്കുക, എന്നിട്ട് പറയാ, ഞാൻ താങ്കളെ പിതാവെന്നേ വിളിക്കത്തുള്ളൂ. അള്ളാഹു ഒരു തൊഴി. അള്ളാഹു പറയാ, പോടാ നീ എന്റെ അടിമയാടാ. പുള്ളി പറയാ, അല്ല ഞാൻ താങ്കൾ എന്റെ പിതാവാണ്. ഷിട്ടാവായ ദൈവം എന്റെ പിതാവാണ്. നല്ലൊരു കോമഡി ആയിരുന്നു ബോയ്പാസ്. എന്നായിരുന്നു ഞാനൊരു ഇച്ചിരി വിസിറ്റിങ്ങിന് പോയത്, എന്തായിരുന്നു സംഭവം? അയ്യോ, ഇത് ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു. ബ്ലാക്ക് ഇവിടെ കയറി വന്നിട്ട് ബ്ലാക്ക് ആദ്യം പറഞ്ഞു തൗറാത്തും ഇഞ്ചീലും തിരുത്തപ്പെട്ടു, അതിന് എന്റെ കൈ തെളിവുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ ശരി, നീ തെളിവെടുത്തോണ്ട്. അപ്പൊ ഖുറാനകത്തുനിന്ന് അവൻ തെളിവെടുത്തോണ്ട് വരിക. അപ്പൊ ഖുറാനകത്തുനിന്ന് ഫാദിലാണോ? ഫാദിൽ നിന്നാണ് ഞാൻ അതിനകത്ത് നോക്കിയോ നിങ്ങൾ? ചാറ്റിനകത്ത് നോക്കിയോ നിങ്ങൾ? കമന്റ് കിടപ്പുണ്ട്. ആ, ഫാദിൽ അത് തന്നെ. ഫാദിലെ മൈക്ക് എടുത്തേ. ഫാദിൽ മൈക്ക് എടുക്കൂ. അല്ല, പുള്ളി 100% ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാ ബ്ലാക്ക്. 100% ഇട്ടിട്ടുണ്ട്. ഫാദിൽ ഭായ് മൈക്ക് എടുക്കൂ. ഫാദിൽ സഹോദരൻ മൈക്ക് എടുക്കൂ പ്ലീസ്. അല്ല ബ്രദർ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പക്ക ഫാദിൽ തന്നെയാണ്. അപ്പം ബ്ലാക്ക് കോയി ഫാദിൽ ഭായ് സുഖമല്ലേ? എവിടുന്ന് കിട്ടിയതാണ്? ഞാൻ ഇങ്ങനത്തെ ഒരു പേരേ പറഞ്ഞിട്ടില്ല പുറത്ത്. എന്നാ പറ, എന്റെ അപ്പനിട്ട പേര് ഫാദിൽ നല്ലെന്ന് പറഞ്ഞ്. എന്റെ അപ്പനിട്ട പേര് ഫാദിൽ എന്നല്ല. ഓക്കെ, ഞാൻ പേരങ്ങനെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ചോണ്ടോ അവിടെ പുള്ളി വന്നിട്ട്? എന്റെ പേര് ഫാദിൽ എന്നല്ല. എന്റെ വാപ്പ എന്നെ വിളിച്ചത് ഫാദിൽ എന്നല്ല. എന്റെ ഉമ്മ വിളിച്ചത് ഫാദിൽ എന്നല്ല. എന്റെ പേരേ ഫാദിൽ എന്നല്ല. എനിക്ക് കുടുംബത്തിൽ ആരുമേ ഇല്ല ഫാദിൽ പേരുള്ളത്. ഫാദിലെ ഉമ്മയും ബാപ്പയൊക്കെ ആദ്യം കുടുംബത്തിൽ ആരും ഇല്ലെന്ന്. അല്ല, ഉമ്മയും ബാപ്പയൊക്കെ ആദ്യം അങ്ങനെ എന്തായാലും വിളിക്കത്തില്ല. വിളിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വിളിക്കുള്ളൂ. പുളിച്ചേർക്കാൻ നേരത്തെ പോയിട്ടായിരിക്കും അല്ലേ? എന്നാലും ഫാദിലിന്റെ ആ ഒരു ഇത് കണ്ടോ? സൗരന്മാരെ നിങ്ങളെ ഒരു കാര്യം ചെയ്യണേ. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുത്തേ. അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവന്റെ മോന്തയ്ക്കോട്ട് ഇപ്പൊ തേച്ചു കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ്.
ആം, അല്ല ബ്രദറെ, അതിന്റെ ടൈം ഒന്ന് പറഞ്ഞ്, അതിന്റെ ടൈം ഒന്ന് പറഞ്ഞ്, ആ ഭാഗത്തിന്റെ ടൈം ഒന്ന് പറഞ്ഞ്, ഏത് റൂമാണ് അതിന്റെ ടൈം എന്ന് പറഞ്ഞ് അവന്റെ വായിലോട്ട് ഇപ്പൊ ഇട്ട് കൊടുക്കാൻ. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ സത്യം പറയുവാണേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ബ്ലാക്ക്. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നിന്റെ അപ്പനിട്ട പേര് ഫാദിൽ അല്ലല്ലോ. ആധാർ കാർഡ് കാണിച്ചു അല്ലല്ലോ. തരട്ടെ? ആധാർ കാർഡ് നീ ഇറങ്ങിപ്പോവല്ലേ, നീ ഇറങ്ങിപ്പോയല്ലേ. അല്ല ബ്രദറെ, അതൊന്ന് തപ്പിയെടുക്കണേ പ്ലീസ്. സൗരന്മാരെ അതൊന്ന് തപ്പിയെടുത്തേ, ആ ഓഡിയോയുടെ ഭാഗം ഒന്ന് തപ്പിയെടുത്തേ. ആധാർ അവന്റെ കാർഡ് മോന്തയ്ക്ക് കാണിച്ചു ഇട്ട് തരട്ടെ? കൊടുത്തിട്ടല്ലേ കാര്യം. ബസ്സിന് ആധാർ അവിടെ ഇരി, കാർഡ് കാണിച്ചു തരട്ടെ? നീ അവിടെ ഇരി. അതൊന്ന് തപ്പിയെടുത്തേ സൗരന്മാരെ പ്ലീസ്, എളുപ്പം. എനിക്കിപ്പോ അങ്ങനെ നീ റിപ്ലൈ എടുക്കാൻ ഇറങ്ങിപ്പോയാൽ മേലാത്തൊരു ആരെങ്കിലും അതൊന്ന് പുള്ളി കഴിഞ്ഞ ദിവസം ഇപ്പം എന്നോടുള്ള ചർച്ചയ്ക്കകത്താണ് പുള്ളി ഇത് പറഞ്ഞത് കേട്ടോ. ഇത് ഞാൻ പറയാം കേട്ടോ. ഇത് 22-ാം തീയതി ഉള്ള ചർച്ചയിലാണ് ഇത് നടന്നിരിക്കുന്നത്. 22-ാം തീയതി പുള്ളി വന്നിട്ട് സംസാരിച്ച ചർച്ചയിലാണ് പുള്ളിയുടെ ഇതിനകത്തുണ്ട്. ദൈവത്തിനാണ് സത്യം. ഞാൻ അങ്ങനെ എന്റെ നീ പേര് അവിടെ പറഞ്ഞാണ് എവിടെയും നീ പരിചയപ്പെടുത്തിയിട്ടില്ല. നീ ഇറങ്ങിപ്പോവല്ലേ, നീ ഇറങ്ങിപ്പോവല്ലേ. സഹോദരന്മാരെ എല്ലാവരും ഒന്ന് ചെയ്തേ പ്ലീസ്, അത്യാവശ്യം വേണ്ടിയതാണ്. ഇപ്പം നിങ്ങളൊന്ന് കേറിയിട്ട് ആ റീപ്ലേ മറ്റാരെങ്കിലും ഒന്ന് എടുത്തേ. എന്റെ പേര് പറഞ്ഞത് എന്റെ തലയിലിടരുത് പ്ലീസ്. ഇല്ല, നീ പറഞ്ഞത് തന്നെ നിന്റെ വായിക്കോട് തന്നെ ആ ഭാഗം എടുക്കും. നീ പറഞ്ഞത് തന്നെ, നീയാണല്ലോ പറഞ്ഞത്, നീയാണ് ആ ഭാഗം പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഭാഗം വേണമല്ലോ. അതിന്റെ ടൈം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, ടൈം മാത്രം പറയുക. ബ്ലാക്ക് മിനിഞ്ഞാന്ന് പിന്നെ അജീഷ് ബ്രദർ ബ്ലാക്കിനൊന്ന് തേച്ച് ഒട്ടിച്ചായിരുന്നു. ബ്ലാക്ക് പറഞ്ഞത് പിന്നെ ഖുറാനിൽ ആരെയും പ്രത്യേകിച്ച് മുഹമ്മദിനെ അടിമയെന്ന് വിളിക്കുന്നില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഖുറാനിൽ നിന്ന് 3-4 റെഫറൻസ് എടുത്ത് കൊടുത്തപ്പോഴത്തേനും ബ്ലാക്ക് പറയാ അത് പോട്ടെ, അത് വിട്ടേക്ക്. സെർവന്റിന്റെ അർത്ഥം അറിയാം നിങ്ങൾക്ക്? സെർവന്റ് സെർവന്റ് എന്നൊന്നും അല്ലല്ലോ, എന്റെ അടിമയെന്നല്ലേ അതിനകത്ത് മലയാളത്തിൽ എഴുതിയേക്കുന്നല്ലേ. പറയുന്നത് കേൾക്ക്, അവിടെ നിൽക്ക്. മനസ്സിലായി. എടാ പൊന്നു കുഞ്ഞേ, നിന്റെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ സാമ്പ്രദായ ഇവന്മാരെല്ലാം മറ്റേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ കറുപ്പേ. ഈ മുഹമ്മദിന് കറുപ്പിനോട് ഭയങ്കര വിരുദ്ധമതയായിരുന്നല്ലോ, ഭയങ്കര വെറുപ്പായിരുന്നല്ലോ. അള്ളാഹുവിന് വെറുപ്പാണ് കറുപ്പിനോട്. പിന്നെ എന്തിനാ ഈ കറുപ്പ് എന്നുള്ള പേരിട്ടുകൊണ്ട് കിടക്കുന്നത്? അള്ളാഹുവിനെ ആക്ഷേപിക്കാനാണോ മിസ്റ്റർ ഫാദിൽ? അള്ളാഹുവിനെ പഞ്ഞിക്കിടാൻ, അള്ളാഹുവിനെ നാണം കെടുത്താനാണോ ഫാദിലെ ബ്ലാക്ക് എന്ന് പേരിട്ടിരിക്കുന്നത്? മുഹമ്മദിനെ ബ്ലാക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാലിളകുമായിരുന്നല്ലോ. മൈക്കെടുക്ക് ബ്ലാക്കേ. കുട്ടി മിണ്ടണില്ലല്ലോ. സാമ്പ്രദറല്ലേ ഇന്നലെ ആ ക്ലാസ് എടുത്തെ? ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ അല്ലേ? ആണോ? ഇന്നലെ ആരോ അത് എടുത്തായിരുന്നു. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഓർമ്മയില്ല. അപ്പൊ ഈ പുള്ളിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമല്ലായിരുന്നെന്നും പിന്നെ സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി എന്തൊക്കെയോ വെളുത്തവരെല്ലാം സ്വർഗത്തിലും കറുത്തവരെല്ലാം നരകത്തിലും എന്നൊക്കെ പറഞ്ഞിട്ട് ലീ സിസ്റ്റർ ആണ് അതിന്റെ ആള്. തീർച്ചയായിട്ടും കറുപ്പെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദിന് ഹാലിളകുമായിരുന്നു. ഹാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഹാലായിരുന്നു. ആ ബ്ലാക്ക് എന്നുള്ള പേര് വിട്ടുകൊണ്ട് കിടക്കുമ്പോൾ നരകത്തിലെ വിറവുകൊള്ളിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്ലാക്കിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
കറുത്തവരെല്ലാം നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണെന്നാണ് അള്ളാഹു പറയുന്നത്. ബ്ലാക്ക് ബ്ലാക്ക് ഓക്കെ, വാ തുറക്കൂ, നമുക്ക് സംസാരിക്കാനല്ലേ വാ തന്നിരിക്കുന്നേ. ഞാൻ ഡി പി ഇട്ടിട്ടുണ്ടേ. നാസിൻ ബ്രദറിന്റെ കമന്റ് ആണ് അതിനകത്ത് കിടക്കുന്നത് അല്ലേ? അതെ അതെ അതെ. നസീംബ്രോ എവിടെ പോയി? വീഡിയോ നോക്കാൻ പോയതായിരിക്കും. ബ്ലാക്ക് മിണ്ടുന്നില്ലല്ലോ. ബ്ലാക്ക് എങ്ങനെ ബ്ലാക്ക് അല്ല ആയി നിൽക്കരുത്, സാമ്പ്രദായ ഡാർക്ക് സീനാണ് ഭായി. ഇവനെ ബ്ലാക്കിനെ പഞ്ഞിക്കടാൻ ആരും വന്നില്ല എന്നാലും ഇത്ര നേരമായിട്ടും. ഇവനെ പിടിച്ചോണ്ട് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഓ, അവർക്കും വേണ്ടാതെ ആയിരിക്കും, ആർക്കറിയാം. കാരണം കോഴി ഇവിടെ കിടന്ന് കറങ്ങേണ്ടിയതാ ഇവിടെ. എന്തോ പറ്റിയോ? ഒന്നി കസ്റ്റമർ വന്നു, അതുകൊണ്ടാണ്. സോറി. ആ വന്ന് ജീവൻ വെച്ചു. വ്യാപാരം അല്ല ബ്ലാക്ക്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബ്ലാക്ക് എന്ന് പേരിട്ടോണ്ടിരിക്കുന്നത് മുഹമ്മദിനെ സത്യത്തിൽ കളിയാക്കുകയല്ലേ, അള്ളാഹുവിനെ കളിയാക്കുകയല്ലേ? അള്ളാഹുവിനും മുഹമ്മദിനും ഈ കറുപ്പ് എന്ന് പറയുന്നത് ഒരു ഇച്ചിച്ചി ആയിരുന്നല്ലോ. പിന്നെ എന്തിനാ താങ്കൾ ബ്ലാക്ക് എന്നുള്ള പേരിട്ടിരിക്കുന്നത്? സാമ്പ്രദറെ പ്രൈസ് ദി ലോർഡ്. യെസ് ബെൻസൺ ബ്രോ. ഇത് സ്വർഗത്തിൽ നിന്ന് വീണപ്പോൾ വെളുത്തിരുന്നതാണ്, പക്ഷെ ഇപ്പൊ കറുത്തു പോയതാ. അല്ല, അത് കല്ലാണ് ബ്രദറെ. ഞാൻ പറഞ്ഞ ഈ ബ്ലാക്ക് സ്റ്റോൺ അല്ല ഞാൻ പറഞ്ഞത്, ബ്ലാക്ക് സ്റ്റോൺ അല്ല ഈ ഞാൻ പറയുന്നത് അങ്ങനെ. ഉദ്ദേശം തന്നെയാ. ഞാൻ ഉദ്ദേശം തന്നെയാണ്. ശരി ശരി, മനസ്സിലായി. വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കറക്റ്റ് ആണ്. സാമ്പ്രദറെ, ഗലാത്യ ലേഖനം 4:7 അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവരെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അടിമകളാണ് അള്ളാഹുവിൻ്റെ. ഇവിടെ പറയുന്നു, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകളായിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനരും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? അപ്പോൾ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അതിന് പുത്രനൊരു വില കൊടുത്തു, അതാണ് യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ രക്തം. അപ്പോൾ ഇത് ഇസ്ലാമിൽ സംഭവിക്കാത്തിടത്തോളം കാലം ഇപ്പോഴും അവർ ദൈവമല്ലാത്തവയ്ക്ക് അടിമകളാണ്. ഇത് ബൈബിൾ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:35-36 പറയുന്നു, ദാസൻ വീട്ടിൽ വസിക്കുന്നില്ല, അടിമയ്ക്ക് പെണ്ണിനെ കൊടുക്കും, കള്ളു കൊടുക്കും, പിന്നെ അത്തറ് കൊടുക്കും. അവരുടെ ഈസായിക്ക് അള്ളാഹു എത്ര പെണ്ണിനെ കൊടുത്തെന്നൊന്ന് ചോദിക്കാമോ? ഇവിടെ എന്നെ കേൾക്കുന്ന ബ്ലാക്ക് സഹോദര, നിങ്ങളുടെ ഈസായിക്ക് അള്ളാഹു എന്തൊക്കെയാ കൊടുത്തേ? ഒന്നും കൊടുത്തില്ല. അള്ളാഹു പുത്രത്വം കൊടുത്തു ഈസായ്ക്ക്, അങ്ങ് ഉടലോടെ സ്വർഗത്തിലോട്ട് എടുത്ത് അവിടെ ഇരുത്തി. പക്ഷെ അടിമയ്ക്കോ, അടിമ മണ്ണിനകത്ത് പുഴുവായി മാറി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം. ഇവിടെ വന്നിരുന്നുണ്ട് അടിമയുടെ മക്കൾ ഇവിടെ വന്നിരുന്നുണ്ട് പുത്രത്വം പ്രാപിച്ചവരെ ഇത് ചെയ്യരുത് കേട്ടോ, ആക്ഷേപിക്കരുത്. ഞാൻ ഒരു വാക്യം കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നു ഗലാത്യർ 4:7 ദാസനല്ല പുത്രൻ അത്രേ. റോമർ 6:19 നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് സമർപ്പിക്കണം, സെർവൻറ്റ് ടു ദ റൈച്ചസ്നെസ്. അപ്പോൾ റോമാലേഖനം 12 പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ളയാകും. അപ്പം ശരീരം
വിശുദ്ധമായി വെക്കണമെന്നുള്ള ഒരു പഠിപ്പീര് വേദപുസ്തകത്തിലുണ്ട്. തോന്നിയതെല്ലാം ചെയ്തിട്ട് പോയിരുന്നുകൊണ്ട് 5 നേരം നിസ്കരിക്കാൻ പറ്റിയതല്ല ഈ ശരീരം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ കാക്കണം. ഇതൊക്കെ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധിയോടെ കാക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ്. ഞങ്ങൾ ദിനംതോറും ഞങ്ങളുടെ ദേഹിയെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളാരും അങ്ങ് 100% പൂർണ്ണരാകുന്ന ഒരു ഇതല്ല ബൈബിളിൻ്റെ ഇത്. ഞങ്ങളെ ദിനംതോറും കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പോയിരുന്നിട്ട് വീണ്ടും ജനനം എന്തുവാണെന്ന് ഒന്ന് പഠിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ യേശുവിലാകുന്ന ഒരു മനുഷ്യൻ പഴയ സ്വഭാവം കളഞ്ഞിട്ടൊരു പുതിയ മനുഷ്യനാകും. നിങ്ങൾക്ക് ഒരു പുതിയ ആളായി തീർന്നെങ്കിൽ മാത്രമേ യേശു പറഞ്ഞ ഒരു പുതിയ ക്രിസ്തീയ ജീവിതം നയിക്കാനൊക്കത്തുള്ളൂ. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. അപ്പം ഞാൻ അന്ധകാരത്തിൽ കിടന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കണം, സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതാരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ മക്കളെ വെളിച്ചത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വിളക്കാകുന്നു എന്ന് പറയുന്നു. വിളക്ക് കത്തിച്ചു വെച്ച് അത് തണ്ടിന്മേൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വിളക്കാകണം. ഇതൊക്കെ പറയുമ്പം നിങ്ങളിവിടെ വന്നിരുന്ന് ഈ അടിമയും തൊഴിലാളിയും ഒന്നും പറഞ്ഞിവിടെ ജയിക്കാൻ നോക്കും. അതുപോലെ ഗലാത്യർ 3:26 ദൈവമക്കൾ, നിങ്ങൾ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ എന്നൊരു ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 3:8. അതുപോലെ തന്നെ യോഹന്നാൻ 8:44 ഫോഷ്കിന്റെ അപ്പനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. ദ ഫാദർ ഓഫ് ഡെവിൾ, ഹീസ് എ ലയർ, കള്ളം പറയുവൻ. ഫോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു പിശാച്. അപ്പം പാപം ചെയ്യുന്ന അവൻ്റെ മക്കൾ. അപ്പം നിങ്ങൾ ഇതിരുന്ന് നന്നായിട്ട് വായിച്ചിട്ട് ബൈബിളൊക്കെ ആയിട്ട് ബൈബിൾ എടുത്തുവെച്ച് വായിക്കണം. ബൈബിൾ വായിക്കേണ്ടത് മുഹമ്മദിനെ എവിടെയെങ്കിലും കുത്തിക്കയറ്റാനല്ല. ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഓരോ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ യേശു എവിടെ എന്നുള്ളത് തിരയണം. ഓരോ ഭാഗത്തിലും. ഏതൊരു സഹോദരൻ എന്തോ പറയുമായിരുന്നു. സോറി. അല്ല, ബെൻസൺ ബ്രദറെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ പറയുന്നുണ്ടല്ലോ, ഈ വേലക്കാർ എന്ന് പറഞ്ഞാൽ, വേലക്കാർ ഒരിക്കലും അടിമകളല്ല. അത് കാണുന്നത് ഈ ശരിയാലോ മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ടും ശരിയാലോയുടെ ഒരു ആധിപത്യം മനസ്സിനകത്തുള്ളത് കൊണ്ടും തോന്നുകയാണ്. ഇപ്പൊ ഈ അറബികളുടെ നാട്ടിൽ ചെന്നിട്ട് ഈ പണിയെടുക്കുന്നവരെയൊക്കെ അടിമകളായിട്ടാണ് കാണുന്നത്. അതിനകത്ത് അത് അങ്ങനെയാണ്, വേലക്കാരെന്നുള്ള രീതിയിൽ കാണത്തില്ല. വേലക്കാരും അടിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. വേലക്കാർക്ക് സ്വയമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അവർക്ക് തീരുമാനമെടുക്കാം. ദേ ക്യാൻ ലീവ് ഔട്ട് ദി മാസ്റ്റർ ഓർ ഹി ക്യാൻ കണ്ടിന്യൂ ദ വർക്ക്. അതാണ് വേലക്കാർ എന്നുള്ള അർത്ഥത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അവർക്ക് കൂലിക്ക് യോഗ്യരാണ്. അടിമകൾക്ക് കൂലി കൊടുക്കണമെന്നില്ല. അടിമകളെ ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ സ്വയബുദ്ധിയോടുകൂടി ചിന്തിക്കുവാൻ ബോധമില്ലാതെ എന്താണോ യജമാനൻ പറയുന്നത് അത് നീതിയോ സത്യമോ അസത്യമോ എന്തുമാകട്ടെ അത് അതേപടി തന്നെ ശിരസാ വഹിച്ച് അത് ചെയ്യുക എന്നുള്ളതല്ലാതെയും തല ഉയർത്തി നിന്നിട്ട് സംസാരിക്കുവാൻ ശേഷിയില്ലാതെയും ചോദ്യം ചെയ്യാൻ കഴിവില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അടിമത്വം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ അടിമത്വം ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. ക്രിസ്ത്യാനിറ്റിയിൽ അടിമത്തം ഇല്ല എന്ന് പറഞ്ഞ കാര്യം നസ്രീം ബ്രദർ എന്തോ പറയാൻ വന്നല്ലോ. അതെ. ബ്ലാക്ക്, താങ്കളുടെ അപ്പൻ താങ്കൾക്ക് ഇട്ട പേരെന്തുവായിരുന്നു? ബ്ലാക്കേ, താങ്കളുടെ പിതാവ് താങ്കൾക്ക് ഇട്ട പേരെന്തുവായിരുന്നു? ഞാൻ ഇത്രയും കാലം ആരോടും പേര് പറഞ്ഞിട്ടില്ല. അല്ലല്ല, താങ്കളുടെ പിതാവ് താങ്കൾക്ക് ഇട്ട പേരെന്തുവായിരുന്നു? ഞാനെന്തിനാണ് പറയുന്നത്? പറഞ്ഞിട്ടില്ല. ശരി, മിണ്ടാരി. ഫാദിൽ അതല്ല പറയുന്നത്. ഞാൻ നസ്രിഹേ, ഞാനെവിടാ ഉള്ള സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞത്.
സ്ഥലത്തിന്റെ പേര് ഫാദിൽ അഹമ്മദ്. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. മനുഷ്യന് എന്റെ പേരല്ല അത്. എടാ എന്നോട് ബ്ലാക്ക്, എടാ ഇതില് ഫാദില്, ചോദിച്ച് നീ എവിടെ എടാ ഞാൻ ഫാദില് പറഞ്ഞു നിന്റെ ഫാദർ അപ്പൻ അഹമ്മദ്. ഫാദിൽ അഹമ്മദ് നിന്റെ അഹമ്മദ് ഇതർ അല്ല ഒരു മിനിറ്റ്, എന്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഓനെ ചോദിക്കുക. നിങ്ങൾ ഹിന്ദി സംസാരിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഓനോട് ഒന്നും പറഞ്ഞു, ഓനപ്പുറം അല്ല, ഉള്ളത്. നീ ഹിന്ദി നിങ്ങൾ സംസാരിക്കുന്ന സംസാരിക്കുക. എന്റെ പൊന്നു ബ്ലാക്ക് ഇത്ര നേരം ഞങ്ങള് കേട്ടോണ്ടിരുന്നത്. നീ തന്നെ കൊടുക്ക് പറഞ്ഞാ കൊടുക്ക് ഒരു മതി. കൊടുക്ക്. മിനിറ്റ്, നീ ഒരു നീ മിനിറ്റ്. നിന്റെ ഫ്രണ്ടിന് കൊടുക്ക്, ഫ്രണ്ടിന്. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്റെ പേര് ചോദിക്കരുത്. ഇല്ല, ഈ പേര് ചോദിക്കുന്നില്ല. സ്ഥലത്തിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കാനോട്. ഓക്കെ, ഈ കുഴപ്പമില്ല. സ്ഥലത്തിന്റെ നിൽക്കുന്നു इस्लाम, ये प्लेस का नाम क्या? नहीं ये प्लेस का, यस കണ്ടാ കേട്ടാ, യെസ് കേട്ടാ. ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ഈ പ്ലേസ് കാ നാം ഫാദിൽ അഹമ്മദ്, അവൻ പറഞ്ഞിട്ടില്ല എന്റെ പേര്. ശരി പ്ലേസ്. അവനെ ഇങ്ങോട്ട് വിളിച്ചേ, അവനെ ഇങ്ങ് വിളിക്കേ. ഓക്കെ, നീ അവനെ ഇങ്ങോട്ട് വിളിക്കാനേ. വേറെ ഓക്കെ ആ പറഞ്ഞോ. ഞാൻ ചോദിക്കുന്നില്ലടാ, ഞാൻ അവനോട് ചോദിക്കുന്നില്ല. എന്റെ പേര് ചോദിക്കരുത്. इस्लाम भाई सलाम, कैसे हो भाई? ठीक हो आप? ये आपका दोस्त आपको परेशान तो नहीं करता? चलो बहुत बढ़िया। आप मुसलमान है भाई? यार सुन के बहुत दुख हुआ। वैसे आप मुसलमान क्यों है, जरा बताएंगे? क्या 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 आवाज नहीं आ रही। पर अल्लाह तो आपको जहन्नुम में भेजना चाहता है कुरान की आयत के हिसाब से। तो आप जहन्नुम में जाना चाहते हैं? आप जहन्नुम जाना चाहते हैं ब्लैक भाई के साथ? अच्छा अल्लाह आपको जहन्नुम में भेजना चाहते हैं, आप वहां पे जाएंगे, कोई दिक्कत नहीं है आपको, है ना? आप कहाँ से, बांग्लादेश से, आप पाकिस्तान से, कहाँ से हैं आप? इंडिया से हैं? हैदराबाद से? कलकत्ता से। और बाबू मोशाई, बहुत बढ़िया। अच्छा, तो अब अल्लाह आपको जहन्नुम में भेजे, आपको कोई दिक्कत नहीं है ना? ബ്ലാക്ക് ബൈക്ക് എടുക്കടാ, നീ എന്തിനാടാ ബൈക്ക് മ്യൂട്ട് ചെയ്യുന്നേ? ബൈക്ക് എടുക്ക്. नजरीन भाई, ये भी जरा पूछ लीजिए ना कि आप यीशु के बारे में कुछ जानते हो क्या? ബ്ലാക്ക് മൈക്ക് എടുക്ക്, നീ മൈക്ക് എടുക്കടാ. അത് കേട്ടോ ട്രെയിനിങ് ശരി കുഴപ്പമില്ല, നടക്കട്ടെ. ബ്ലാക്ക്, നീ അജീഷ് ബ്രദറിനോട് എന്തോ സംസാരിക്കാൻ വന്നായിരുന്നല്ലോ, അതങ്ങ് പറയണേ. എവിടം വരെ ആയിരുന്നു അജീഷ് ബ്രദറെ? ഡിസ്കഷൻ എവിടം വരെ ആയിരുന്നു? ബ്ലാക്ക്, നീ പറഞ്ഞതാണ് അവരോട്. അതെ, നസ്രാനെ, എനിക്ക് ആ മുഹമ്മദിന്റെ മൂത്രം കുടിച്ചപ്പോ വയറുവേദന പോയെന്നുള്ള ഒരു ഹദീസില്ല, അതും തന്നെ ഒരുത്തൻ ഒരു വാട്സപ്പിൽ വന്നിട്ട് ഇപ്പം ഞാനുമായിട്ട് നല്ല ചർച്ച. ചൊറിയുന്നുണ്ടോ? ഞങ്ങളൊരു 5-6 പേരുണ്ട്. അന്നേരം ഇപ്പം മുഹമ്മദിനെ ഉയർത്തി പറഞ്ഞപ്പോഴത്തേന് ഞാനിപ്പോ അതിന്റെ അകത്തിട്ട് കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്റെ അവനിപ്പോ അത് വേണം. അവന്റെ ഇന്ന് രാത്രി വയറുവേദന അവന്റെ തീരും. ഒന്നെങ്കിൽ നാളെ രാവിലെ അവൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഇന്ന് രാത്രി അവന്റെ വയറുവേദന തീരും. സ്വർഗത്തിലല്ല, അവനെ അതിന്റെ അപ്പുറത്ത് കയറ്റി നിർത്തിയിരിക്കുക. അവനിപ്പോ ഒന്ന് ഇറങ്ങണോന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ശാലം മൂത്രം കൊടുക്കാമല്ലോ എന്ന് വെച്ചാണ്. അവൻ ഇന്നലെ തുടങ്ങിയതാണ്. എന്നിട്ട് വാട്സപ്പ് ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് കേട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിച്ച കാര്യമാണോ? അതാണോ? അല്ല, ഇത് പുള്ളി ഒരു പാത്രത്തിൽ മൂത്രം എടുത്ത് ഒഴിച്ചു വെച്ചിരുന്നത്. അതെടുത്ത് ഒരു സ്ത്രീ കുടിച്ചപ്പോ അവളുടെ വയറ്റിനകത്തുള്ള അസുഖങ്ങളെല്ലാം അങ്ങ് തീർന്നു. അസുഖങ്ങളെല്ലാം അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞു ഇത് മാത്രമല്ല, ഇനി അനക്ക് സ്വർഗത്തിലും കിട്ടുമെന്ന് പറഞ്ഞു ഇതിന്റെ പുണ്യം. മുഹമ്മദിന്റെ മൂത്രം കുടിച്ചത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് അറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല. റസൂലുള്ളാഹിയുടെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ്സ് ഒക്കെയാണ്.
പാവം. പക്ഷെ മരിക്കുന്നതിന് മുൻപ് സ്വന്തം മൂത്രം കുടിക്കാനുള്ള ഒരു ശേഷി പുള്ളിക്കില്ലായിരുന്നു. എന്ത് ചെയ്യാനാണ്? രണ്ടിന്റെ 253 എന്തോന്നാണ് സഹിയൽ എന്തോന്നാണ് ബുഖാരി. സഹിയൽ ബുഖാരി 2ന്റെ 250 അല്ല ബ്രദറെ. ഇമാം സുയൂത്തി തന്റെ അൽ ഖസാസ്, ഒരു മിനിറ്റ്, ഇമാം സുയൂത്തിയുടെ ഹദീസിൽ നിന്നാണ് ഇത് വരുന്നത്. ഇമാം സുയൂത്തിയുടെ പുസ്തകം അൽ ഖസാസ് അൽ കുബ്ര വോള്യം 2 പേജ് നമ്പർ 253 ഈ വിഷയത്തെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദിന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അവിടെ പറയുന്നത്, നോ അതർ പേഴ്സൺ ഇൻ ദ ഹിസ്റ്ററി ഹാസ് സോ മെനി ബ്ലെസ്സിങ്സ്. അൽ തബ്രാനി, അൽ ബൈഹഖി രേഖപ്പെടുത്തുന്ന വേറെ ഹദീസും ഉണ്ട്. അതും താഴെ ഇട്ടിട്ടുണ്ട്. അതെ അതെ. അജീഷ് ബ്രദറെ അതൊന്ന് നോക്കിയേക്കണേ, ആ ഭാഗം ഒന്ന് നോക്കിയേക്ക്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ 2 എണ്ണം കൂടെ ഒരെണ്ണമല്ല 2 എണ്ണം ബുഖാരി വേറെ എന്നുള്ള ഒരു ഹദീസും ഹദീസായിട്ട് വല്ലതും കിടപ്പുണ്ടോ? ബുഖാരിയിൽ ഇത് കാണാൻ സാധ്യത കുറവാണ്. അല്ല ബ്രദറെ, ബുഖാരിയിൽ എവിടെ? എന്റെ പഴയ മൊബൈൽ താഴെ വീണ് ഹാങ് ആയി പോയതുകൊണ്ട് നമുക്ക് ഒരു സാധനം കിട്ടാത്ത അവസ്ഥ. അതിന്റെ അകത്ത് ബുഖാരി ഇതുപോലെ ശേഖരിച്ചു കിടന്ന ഒരു സംഭവം, ഒരു മൊബൈൽ അറിയില്ല. ബുഖാരിയിൽ അവിടെ ഒരു യൂറിനുണ്ട്. മുഹമ്മദിന്റെ ഉഹുദ് യുദ്ധത്തിൽ പുള്ളിയുടെ രക്തം കുടിച്ച ഭാഗമുണ്ട്. ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളതാണ്, അതിപ്പോ കാണുന്നില്ല. ഇത് അൽ ജലാൽ അൽ സുയൂത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അൽ ജലാൽ അൽ സുയൂത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത്, അതെ, അബു യാല അൽ ഹക്കീം അൽ ദാറഖുത്നി അൽ തബ്രാനി അൽ നയ്യൂം narrated on the authority of Ummu Ayman. Ummu Ayman ആണ് പുള്ളിക്കാരത്തിയാണ് ഇത് നറേറ്റ് ചെയ്യുന്നത്. Who said the prophet got up at night and went to the pot and urinated in it. രാത്രിയിൽ മുഹമ്മദ് എണ്ണിച്ചിട്ട് ഒരു പാത്രത്തിനകത്ത്, ഒരു കുടത്തിനകത്ത് പുള്ളി മൂത്രം ഒഴിച്ചു വെച്ചു. I got up at night while I was thirsty and drank what was in it. പുള്ളിക്കാരത്തി ഉമ്മു ഐമൻ എണ്ണിച്ചിട്ട് ഈ പാത്രത്തിനകത്തുനിന്ന് മൂത്രം എടുത്തിട്ട് പുള്ളിക്കാരത്തി കുടിച്ചു. When morning came, I told him about it and he laughed. അപ്പൊ രാവിലെ ആയപ്പം പുള്ളിക്കാരനോട് ഈ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ രാത്രി താങ്കളുടെ മൂത്രം അടിച്ച് കുടിച്ചു എന്ന് ഈ ഉമ്മു ഐമൻ മുഹമ്മദിനോട് പറയുക. I told him about it and he laughed. അപ്പൊ മുഹമ്മദ് ചിരിക്കുന്നു and said, your stomach will never ache. നിന്റെ വയറ് ഇനിയും വേദന ഉണ്ടാകത്തില്ല. അബു യല്ല said, you will never complain about your stomach after this day of yours. നമുക്കത് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാന് വേണമെങ്കിൽ അതിന്റെ തെളിവ് ഇവിടെ പിൻ ചെയ്യാം, മേളിൽ പിൻ ചെയ്യാം. ഒരു മിനിറ്റ് നിൽക്കണേ, കിട്ടുന്നുണ്ട്. ഈ അൽ കുബ്ര എന്തോ അത് നസ്രീൻ ബ്രദറെ? അൽ കുബ്ര അത് അവരുടെ പുസ്തകത്തിന്റെ പേരാ ബ്രദറെ. താൽ തബാക്കത്ത് അൽ കുബ്ര, ഇബ്ൻ സാദ്, ഇതെല്ലാം ഇവരുടെ പുസ്തകങ്ങളുടെ പേരാണ്. ആ പുസ്തകത്തിൽ വരുന്നതാണിത്. കുബ്ര. ഹലോ, നമസ്കാരം നസ്രീൻ ബ്രോ. ഹലോ.
നസ്രീം ബ്രദർ ഒരു അല്പം തിരക്കിലാണല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ആ തെളിവ് എടുത്തോണ്ടിരിക്കുക. അതേ തെളിവ് ഞാൻ മേളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുഹമ്മദിന്റെ രക്തം കുടിച്ചാലും മുഹമ്മദിന്റെ മൂത്രം കുടിച്ചാലും മൂത്രം കുടിക്കുന്നവന്റെ വയറുവേദന മാറി കിട്ടുമെന്നും അവന് നരകശിക്ഷയിൽ നിന്ന് അവന് മോചനം കിട്ടും എന്നുള്ള ആ തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ ഇസ്ലാമിക സുന്നി ലൈബ്രറി ഷമീലയിൽ നിന്നാണ്. ദ ബുക്ക് ഓഫ് ഗ്രേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അൽ ജലാൽ അൽ സുയൂത്തിയുടെ പുസ്തകം വോള്യം 2 പേജ് നമ്പർ 441 നിന്നാണ്. മുഹമ്മദിന്റെ മൂത്രം കുടിച്ച് ഈ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് വയറുവേദന മാറ്റി കിട്ടി എന്നുള്ള ഭാഗം, രക്തം കുടിക്കുന്ന ഭാഗം ഉണ്ട് കേട്ടോ, മേളില് രക്തം കൊടുക്കുന്ന ആ ഭാഗം കൂടെ പറയുന്നുണ്ട്. തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. അനിൽ പാസ്റ്റർ, പ്രൈസ് ലോർഡ്, ഗുഡ് ഈവനിങ്. സംസാരിച്ചു, ഞാനൊരു 10 മിനിറ്റ് കഴിക്കാം. കുഴപ്പമില്ല പാസ്റ്റർ. ഇവിടെ മുഹമ്മദിന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ രക്തത്തെ പറ്റി പറയുന്നത്. ആൻഡ് അൽ ദാറഖുത്നി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് സുനാൻ ഓൺ ദി അതോറിറ്റി ഓഫ് അസ്മ ബിൻ അബി ബക്കർ. അസ്മ ബിൻ അബി ബക്കറിന്റെ നറേഷനിൽ വരുന്നതാണ്. ദ പ്രോഫറ്റ് വാസ് കപ്ഡ് ആൻഡ് ഹിസ് ബ്ലഡ് വാസ് poured into my son who drank it. മുഹമ്മദിന്റെ രക്തം ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് അത് എന്റെ മകൻ കുടിച്ചു. Then Jibril came to him and told him. ജിബ്രായിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, what did you do? He said, I hated to spill your blood. അപ്പം പുള്ളി പറയുകയാണ്, അയ്യോ ഞാൻ ഈ രക്തം ഒഴിച്ചു കളയാൻ ആഗ്രഹിച്ചില്ല കേട്ടോ. So the prophet said, അപ്പം മുഹമ്മദ് പറയുക, do not touch the fire. And he wiped his head and said, woe to the people because of you, and woe to you because of the people. തെളിവ് മേളിലിട്ടിട്ടുണ്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്തെടുക്കാം. മുഹമ്മദിന്റെ മൂത്രം കുടിച്ച ഒരു സ്ത്രീക്ക് വയറുവേദന ഇനിയും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ മുഹമ്മദ് പറയുന്നതിന്റെ തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്. നസ്രീം ബ്രദർ 2-ന്റെ 451 ആണോ 451-ന്റെ 2 ആണോ? ഏത് 2-ന്റെ? അല്ല ഇതൊന്ന് പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ ഇത് വോള്യം 2 പേജ് നമ്പർ 441. ഇമാം ജലാൽ അൽ സുയൂത്തിയുടെ പുസ്തകം ബുക്ക് ഓഫ് ഗ്രേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മേളിലിട്ടിട്ടുണ്ട് ബ്രദറെ. അത് തെളിവ് ലിങ്ക് മേളിലിട്ടിട്ടുണ്ട്. ലിങ്ക് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം മുഹമ്മദിന്റെ മൂത്രം കുടിച്ചാൽ ഒരു മനുഷ്യന് സ്വർഗം കിട്ടും എന്നിവർ പറയുകയാണെങ്കിൽ സ്വർഗം കിട്ടുന്ന പല വയറുവേദന മാറും. ഇവിടെ വയറുവേദനയുടെ കാര്യമാണ് പറയുന്നത്. ഇനി സ്വർഗത്തിന്റെ പറയാം കേട്ടോ. ഒരു മിനിറ്റ്. ഇത് തഫ്സീറാണോ ഹദീസാണോ? അല്ല, ഹദീസാണ്. ഇത് ഹദീസ്, തഫ്സീർ അല്ല. ഇതെല്ലാം ഹദീസുകളിൽപ്പെട്ട ഭാഗമാണ്. മുഹമ്മദിന്റെ മൂത്രം, മുഹമ്മദിന്റെ രക്തം. അടുത്തത് ഞാൻ വേറൊരെണ്ണം കൂടെ എടുക്കാം. ഇവിടെ ലിങ്ക് ഇടുന്നത് ക്രിസ്ത്യാനികളാ, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്യാം, ഒരു മോഷണം ഉണ്ടാകത്തില്ല. പക്ഷെ ബ്ലാക്ക് ഇവിടെ ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊരു 115 പ്രാവശ്യം ആലോചിക്കും. 115 പ്രാവശ്യം ഇത് ക്ലിക്ക് ചെയ്യണോ വേണ്ടായോ എന്ന്. കാരണം 1 ഹാക്ക് ചെയ്യപ്പെടാൻ, 2 അശ്ലീല സൈറ്റിലോട്ട് കയറാം, 2 ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട രീതിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ പലർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളിടുന്ന ലിങ്കിനകത്ത് ബ്ലാക്കിന് ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്യാം, ഒരു വിഷയവുമില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചമ്മിപ്പോവും. മുഹമ്മദിന്റെ ജീവചരിത്രങ്ങളായിരിക്കും മിക്കവാറും കേൾക്കുന്നത്, സുന്നകളായിരിക്കും. അപ്പൊ ഒരു അപകർഷതാബോധം ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടും ക്ലിക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് താങ്കൾ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബ്ലാക്കിന്റെ പഴയ ആന്ത്രാക്സ് വരെ സംഭവിക്കാം. കാരണം ചിലപ്പോൾ ടെററിസ്റ്റിന്റെ സൈറ്റിനകത്തോട്ട് അവൻ കയറി പോകും. അടുത്ത ഒരു തെളിവ് കൂടെ പറയാം കേട്ടോ. മുഹമ്മദിന്റെ മൂത്രത്തെ പറ്റി പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഒന്ന്, മുഹമ്മദിന്റെ മൂത്രം കുടിച്ചപ്പോൾ അത് അവന് ആ സ്ത്രീക്ക് ഉമ്മു ഐമന് വയറുവേദന ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഹമ്മദ് ഒരു പ്രാവശ്യം മുഹമ്മദിന്റെ വീട്ടിലുള്ള കിണറ്റിൽ മുഹമ്മദ് മൂത്രം ഒഴിച്ചു വെച്ചു. ഇമാം അബു നഈം narrates the practice of Anas Ra and his
chain, who said, "The messenger of Allah used to pray Salah at his house and made it long." അപ്പം റസൂല് വീട്ടില് സലാ ചെയ്യുമായിരുന്നു, എന്നിട്ട് നീട്ടിയായിരുന്നു അദ്ദേഹം സലാ ചെയ്തത്. വൺസ് ഹി യൂറിനേറ്റഡ് ഇൻ ദ വെൽ, ഒരു ദിവസം അദ്ദേഹം കിണറ്റിൽ മൂത്രം ഒഴിച്ചു വെച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ, പ്രവാചകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കിണറ്റിൽ മൂത്രം ഒഴിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. ഓക്കെ, കിണറ്റിൽ മൂത്രം ഒഴിച്ചു വെച്ചു അദ്ദേഹം. അപ്പൊ എന്ത് സംഭവിച്ചു? വിച്ച് വാസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി ഹൗസ്, വീട്ടിനകത്തുള്ള ഒരു കിണറ്റിലാണ് ഇദ്ദേഹം മൂത്രം ഒഴിച്ചു വെക്കുന്നത്. അനസ് സെഡ്, "There is no well in Medina which tasted more cool and sweet than it." അനസ് പറയാണ്, മദീനയിൽ ഇതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള, മധുരമായിട്ടുള്ള വേറെ ഒരു കിണറും, വെള്ളം കിട്ടുന്ന കിണർ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തണുത്തതും, പുള്ളി മൂത്രം ഒഴിച്ചപ്പോഴത്തേക്കിനും അത് തണുത്തെന്ന്. ഏതാ പുള്ളിയുടെ കിണറ്റിലെ വെള്ളം തണുത്തു. അതെ, കിണറ്റിലെ വെള്ളം തണുത്തു, കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര മധുരമായിരുന്നെന്ന്. എന്നിട്ട് ഉമർ പറയുകയാണ്, he said, "When the Sahabas come to my house, I serve them with the sweet water of that well." സഹാബാക്കൾ വീട്ടിലേക്ക് വരുമ്പോ ഈ മുഹമ്മദ് മൂത്രം ഒഴിച്ച അതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് സഹാബാക്കൾക്ക് കൊടുത്തിരുന്നത് എന്ന് പറയുന്നു. ഇൻ ദ എറ ഓഫ് ജാഹിലിയ ഇറ്റ് വാസ് നോൺ ആസ് അൽ ബറൂദ്. അൽ ബറൂദ് എന്ന ഒരു കിണർ എന്നായിരുന്നു അന്ന് ആ സമയങ്ങളിൽ വിളിച്ചിരുന്നത്. ദ കൂൾ വെൽ, തണുത്ത കിണർ. ഇതിന്റെ പുസ്തകത്തിന്റെ പേര് പറയാം, ദലൈൽ അൽ നുബുവ ബൈ അൽ ബയാക്കി, വോള്യൂം 2, മക്ക ദാർ അൽ ബാസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പേജ് നമ്പർ 381 381 പേജ് നമ്പറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മുഹമ്മദിന്റെ മൂത്രം കുടിച്ച് ഒരു സ്ത്രീക്ക് വയറുവേദനയിൽ നിന്നും മോചനം കിട്ടി. അതുപോലെ മുഹമ്മദ് സ്വന്തം കിണറ്റിൽ മൂത്രമൊഴിച്ചു വെക്കുമായിരുന്നു, അതുകൊണ്ട് അത് തണുത്തു എന്നാണ് പറയുന്നത്. അല്ല നസ്ലിം ബ്രദറെ, അന്ന് വയറ് സ്വർഗത്തിൽ പോകുന്നുണ്ടല്ലോ, അറിയാതെ ആ മൂത്രം കുടിച്ചിട്ട്, ഒരു പാത്രത്തിൽ ആ മൂത്രം കുടിച്ചിട്ട് പിറ്റേ ദിവസം പറയുമ്പം വയറ് സ്വർഗത്തിൽ പോകുന്ന ആ ഹദീസ് എവിടെയെന്നറിയോ? മുഹമ്മദിന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാല് മറ്റേ നരകശിക്ഷയിൽ നിന്ന് പുള്ളിക്കാരത്തിക്ക് മോചനം കിട്ടിയെന്നുള്ള ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ റെഫറൻസ് കഴിഞ്ഞ ദിവസം നഹാസുമായിട്ടൊരു ചർച്ച നടന്നായിരുന്നു. അത് ഇതിനകത്തില്ല കേട്ടോ, അത് വേറെ ആയിരിക്കും. വേറെ ഒരു മിനിറ്റ്. ഇസ്ലാം മറ്റേ അടിമസ്ത്രീ എടുത്ത് കുടിച്ചിട്ട്, അറിയാതെ വെള്ളം വെച്ച് എടുത്ത് കുടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പറയുമ്പം നിന്റെ വയറ് സ്വർഗത്തിൽ പോകുന്ന പറയത്ത്. അതെ, ഒരു മിനിറ്റ്, അതും കൂടെ പറയാം. ഒരു മിനിറ്റ്. The messenger of Allah, you will never go thirsty. നിന്റെ വയർ സ്വർഗത്തിൽ പോകുന്നല്ല, നീ ഫയറിൽ നിന്നും നിനക്ക് പ്രൊട്ടക്ഷൻ കിട്ടി എന്നാണ് പറയുന്നത്. ഇത് നറേറ്റഡ് ബൈ അൽ ബയാക്കി ഇൻ അൽ സുനൻ അൽ കുബ്ര, അതിന്റെ 7/67. അതുപോലെ അൽ തബറാനിയുടെ അൽ കബീർ എന്ന് പറയുന്ന പുസ്തകം 24/189. അവിടെയാണ് പറയുന്നത്, ഉമ്മു ഹബീബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഹു ഹാഡ് ബ്രോട്ട് ഹെർ ഫ്രം ദ ലാൻഡ് ഓഫ് അബിസീനിയ, വേർ ഈസ്, അപ്പം ഓക്കെ, അത് മേളിൽ തൊട്ടാണ്. റിഗാർഡിംഗ് ബറാഖ് ഉമ്മു യൂസുഫ് drinking urine of the prophet. The hadith came through the path of Ibn Jurayj. Ibn Jurayjil നിന്നാണ് ഈ ഹദീസ് വരുന്നത്. അവിടെ പറയുന്നത്, who said, Hakiyum bint Umayma bint Ruqya told me on the authority of her mother that she said, the prophet used to urinate in a stick cup. അദ്ദേഹം ഒരു പാത്രത്തിനകത്ത് മൂത്രം ഒഴിക്കുമായിരുന്നു. Then he would raise it under his bed and urinate in it. അദ്ദേഹം എന്ത് ചെയ്യും, ആ പാത്രത്തിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് ആ പാത്രം ബെഡിന്റെ താഴെ പുള്ളിക്കാരൻ വെക്കുമായിരുന്നു. Then he came and wanted to go back to it,
ബട്ട് ദർ വാസ് നത്തിങ് ഇൻ ദ കപ്പ്. അപ്പം പുള്ളി പിന്നെയും ആ പാത്രം എടുക്കാൻ വേണ്ടി പോയപ്പം അവിടെ ഒന്നും ഇല്ലായിരുന്നു, പാത്രത്തിനകത്ത് മൂത്രമില്ല. സോ ഹി സെഡ് ടു എ വുമൻ കോൾഡ് ബറാക്ക. ബറാക്ക എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോട് പുള്ളി ഇത് ചോദിച്ചു. ഹു യൂസ് ടു സെർവ് ഉമ്മു ഹബീബ. ഉമ്മു ഹബീബയെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ത്രീ, ബറാക്ക എന്ന് പറയുന്ന ഈ സ്ത്രീയോട് ഇത് ചോദിച്ചു. ഹു ഹാഡ് ബ്രോട്ട് ഹെർ ഫ്രം ദ ലാൻഡ് ഓഫ് അബിസീനിയ. അപ്പൊ ഈ ഉമ്മു ഹബീബ ഈ ബറാക്ക എന്ന് പറയുന്ന ഈ സ്ത്രീയെ അബിസീനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. വേർ ഈസ് ദ യൂറിൻ ദാറ്റ് വാസ് ഇൻ ദ കപ്പ്? മുഹമ്മദ് ചോദിക്കാണ്, ഈ പാത്രത്തിനകത്തുണ്ടായിരുന്ന മൂത്രം എവിടെയാണ്? ഷീ സെഡ്, ഐ ഡ്രാങ്ക് ഇറ്റ്. ഞാനത് കുടിച്ചു. സോ ഹി സെഡ്, ഇൻഡീഡ് യു ഹാവ് ബീൻ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫയർ വിത്ത് എ പ്രൊട്ടക്ഷൻ. നിനക്ക് നരകത്തിന്റെ തീയിൽ നിന്നും നിനക്ക് എന്ത് കിട്ടി? നിനക്ക് പ്രൊട്ടക്ഷൻ കിട്ടി എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? മുഹമ്മദിന്റെ മൂത്രത്തിന് എന്തൊക്കെ ഗുട്ടൻസ് ആണെന്ന് നോക്കിക്കോണേ. ഫാദിലെ, സുഖല്ലേ? കേട്ടായിരുന്നു ഇതെല്ലാം? നസീം ബ്രദർ അതൊന്ന് പിൻ ചെയ്യാവോ? അത് ഒന്ന് പിൻ ചെയ്യാവോ? ഒരു മിനിറ്റ് ബ്രദറെ നോക്കട്ടെ. ഏതാ? തബാക്കത്ത് അൽ കബീർ ആണോ? ഏതേത്? ഇത് രണ്ടിനകത്തും ഉണ്ട്. അൽ തബാക്കത്ത് അൽ സുനൻ നറേറ്റഡ് ബൈ അൽ ബയാഖി ഇൻ അൽ സുനൻ അൽ കുബ്ര 7/67. അൽ തബ്രാനിയുടെ പുസ്തകം അൽ കബീർ, അൽ തബ്രാനിയുടെ അൽ കബീർ എന്ന പുസ്തകം 24/189. ഇത് ഞാൻ ഇസ്ലാം ക്യൂഎയിൽ നിന്ന് ക്വസ്റ്റ്യൻ, ഒരാൾ ചോദ്യം ചോദിച്ചതാണ്. ഈസ് ദ യൂറിൻ ഓഫ് പ്രോഫറ്റ് പ്യുവർ? മുഹമ്മദിന്റെ മൂത്രം എന്ന് പറയുന്നത് ശുദ്ധമാണോ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് റിപ്പോർട്ടഡ് ആൻഡ് ഓത്തന്റിക്കേറ്റഡ് ദാറ്റ് വൺ ഓഫ് ദ ഫീമെയിൽ കമ്പാനിയൻസ് ഡ്രാങ്ക് ഇറ്റ് എന്ന ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ആ ഭാഗം ഇത് പിൻ ഹദീസ് ആണോ ചെയ്യാം. അതോ തഫ്സീർ ആണോ? എന്താണത്? ഹദീസ് 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 ഹദീസിൽ പെട്ടതാണ് ബ്രദറെ. വലിയ ലിങ്ക് ആണ്. ഒരു മിനിറ്റ്. ഇസ്ലാം ക്യൂഎയിൽ ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് ഈ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാര് തന്നെ ആ ചോദ്യത്തിന് മറുപടിയായി കൊടുക്കുന്ന ഉത്തരമാണ്. അതിനകത്താണ് ആ തെളിവ് കിടക്കുന്നത്. ബുക്ക് ബ്രദറിന് വേണമെങ്കിൽ അത് പോയി ആ പുസ്തകത്തിന്റെ തന്നെ സെർച്ച് ചെയ്തെടുക്കാം. ഇസ്ലാം ക്യൂഎയിൽ ഞാൻ അതിന്റെ ലിങ്ക് മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്ക്? എങ്ങനെയാ കിടക്കുന്നത്? ഓക്കെ ആയില്ലേ? മുഹമ്മദിന്റെ മൂത്രം കുടിച്ചാൽ എന്താണ് വയറുവേദനയിൽ നിന്നും സുരക്ഷിതത്വം കിട്ടുന്നു. മുഹമ്മദിന്റെ മൂത്രം കുടിച്ചാൽ നരകശിക്ഷയിൽ നിന്നും അവന് രക്ഷപ്പെടാം. എന്തൊക്കെ പരിപാടികളാണ് ഈ കിടക്കുന്നത് നോക്കിക്കേ. പറയൂ ബ്ലാക്കേ, ഇതൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മൾ നാളെയും കാണണ്ടേ? അതെ അതെ, ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒക്കെ നമുക്ക് ഇനി ഇതൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതുമായി. എന്തൊക്കെയാണ് ഈ കിടക്കുന്നത്? ബ്ലാക്ക് പേര് പറഞ്ഞപ്പോ പോലെ ഗ്യാസ് പോയിരിക്കുക. സ്ഥലത്തിന്റെ പേര് ഫാദിൽ അഹമ്മദ് എന്ന് കേട്ടോ. അപ്പൊ ഞാൻ തെളിവ് മേളിലിട്ടിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾ ഇത് പ്ലീസ് സേവ് ചെയ്തെടുക്കുക. ശരി. അല്ല നസ്ലിം ബ്രദർ, ഇതിന് ഈ വല്ല ദൈഫാണ് ഹദീസിന് സനദില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ഐറ്റം വല്ലതും ആണോ? അല്ല, അവർക്ക് പിന്നെ എല്ലാം തള്ളാമല്ലോ. അവർക്ക് തള്ളുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ബ്രദറെ. ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാര് ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ മുഴുവൻ ഭാഗം വായിക്കണം. അതിന്റെ ടോപ്പ് തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ കുറെ, ഒന്നല്ല ബ്രദറെ, പല പുസ്തകങ്ങളിൽ നിന്ന് തെളിവ് തരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ. Drinking the urine of the prophet was mentioned in two hadiths of the two women. The first hadith about Ummu Ayman drinking. ഉമ്മു ഐമൻ ഇത് കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. ദൈഫാണ്, വീക്കാണ് എന്നൊന്നും അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദി ഹദീസ് ഒരെണ്ണത്തിനകത്ത് പറയുന്നു വീക്ക്. ദൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് തള്ളാൻ പറ്റത്തില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുർസലായിട്ടുള്ള ഹദീസ് മാത്രമേ ഇവർക്ക് തള്ളാൻ പറ്റത്തുള്ളൂ. മുർസൽ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ ഈ ചെയിൻ ഓഫ് നറേഷനകത്ത് ആരെങ്കിലും അൺട്രസ്റ്റ് വർതി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം, വിശ്വസിക്കാൻ കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കണം. വീക്കിനകത്ത് പോലും ഇവരുടെ ചെയിൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഇവരുടെ പണ്ഡിതന്മാര്, ഷെയ്ഖ് ഹംസ യൂസുഫിനെ പോലെയുള്ള പണ്ഡിതന്മാര് പറയുന്നത് വീക്കായിട്ടുള്ള ഹദീസുകളെ തള്ളാൻ പറ്റത്തില്ല. കാരണം അത് ഇതിന്റെ ടെസ്റ്റ് പാസ് ആകുന്നതാണ്. അപ്പൊ ഇവരത് എടുക്കുന്നുണ്ട്, ഇവരതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അത് മുഴുവനും, ആ ഭാഗം മുഴുവനും ബ്രദർ വായിക്കുക, കാര്യം പിടികിട്ടും. അത് പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ നാട്ടില് പ്രഭാഷണം നടത്തിയപ്പോ അതിൽ കേട്ടിട്ടുണ്ട്. ഇല്ല സാർ ബ്രദറെ, ഇങ്ങനെ പറയാറില്ല. ഇവര് വീക്കായിട്ടുള്ള ഹദീസുകളെയും തള്ളിക്കളയാൻ പറ്റത്തില്ല. അല്ല, ഞാനൊരു ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു, ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഏതാ, മൂത്രത്തിന്റെ ആണോ ബ്രദറെ? അതെ, മൂത്രം കുടിച്ചിട്ട് ഒരു സ്ത്രീ സ്വർഗത്തിലാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. സാർ ബ്രദർ, അത് കോമഡി ഇതൊന്നും അല്ല. ഈ കുടിച്ചു എന്ന് പറഞ്ഞ് ഈ വേലക്കാരിയിലെ അടിമ സ്ത്രീ പറയുമ്പം വഹിയൊന്നും വരുന്നതിന് മുമ്പ് പുള്ളി അങ്ങ് ക്ലെയിം ചെയ്യുക, നീ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. അതിന് വഹിയൊന്നും വേണ്ട, പുള്ളി അങ്ങ് അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് പുള്ളി അങ്ങ് പറയുക. ഒന്ന് ആലോചിച്ചോണ്ടേ. അപ്പൊ ആരാണ് അള്ളാഹു, ആരാണ് അത് നെറ്റ് തന്നെ കിടക്കണ്ടല്ലോ. ഒരു ഉസ്താദ് പറഞ്ഞത് നെറ്റ് തന്നെ, ആരെ പേരിക്കറിയില്ല, നെറ്റ് തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞത്. ഞാൻ വേറെ ഉസ്താദാ പറഞ്ഞത്, എൻ്റെ നാട്ടിൽ നിന്ന് വേറെ ഉസ്താദാ. പക്ഷെ വേറെ ആളും പറഞ്ഞത് ഞാൻ നെറ്റിൽ നിന്ന് കേട്ടു, യൂട്യൂബിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരു 1.5 ആഴ്ചയായിട്ട് മിഷ്കാത്തൽ മസബി തള്ളിക്കൊണ്ടിരിക്കുക, നബീലും എല്ലാരും കൂടെ ഒന്നിച്ച്. ഇപ്പൊ കേൾക്കുന്നവർക്ക് കലി. അത് മൂത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുടിച്ചെന്നാണ് ഞാൻ കേട്ടത്. അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. മൂത്രം അറിഞ്ഞുകൊണ്ട് തന്നെ കുടിച്ചതാണ്, നബീന്റെ മൂത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത്. അതായത് ഇത് ആണോ? അബദ്ധത്തിൽ കുടിച്ചതല്ല. എനിക്ക് അറിയാതെ കുടിച്ചെന്നുള്ള രീതിയിലാണോ ഞാൻ അല്ല, ഫ്രീസോളെ ഈ എക്സാജറേഷൻ പല വിധത്തിലാണ് ഫ്രീസോളെ. അത് ഇവരുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. മീൻസ് ഇത് ഈ പൊതുവെ പറഞ്ഞ് പിടിപ്പിക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങൾ പറഞ്ഞ അറിയാണ്ട് കുടിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് മുപ്പര് പറഞ്ഞ അറിഞ്ഞുകൊണ്ട് കുടിച്ചിരുന്ന പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് കുടിച്ചത് വലിയൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്, വലിയൊരു നന്മയായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം നബി ചിരിച്ചതിന് ശേഷം ഈ സ്വർഗത്തിലാണ്, അതിൻ്റെ അസുഖങ്ങളൊക്കെ മാറും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറേ സ്ഥലത്തൊക്കെ ചൊല്ലി മുക്കിയതാ.
അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കേട്ടതായിട്ട് വല്ലതും ഓർക്കുന്നുണ്ടോ പ്രീസോ ബ്രദർ? നമ്മൾ വീഡിയോ വല്ലതും, അതായത് നമ്മുടെ ഓഡിയോ വല്ലതും പ്ലേ ചെയ്തിട്ട് ഓർമ്മയുണ്ടോ? എനിക്കങ്ങനെ ഇതെന്തോ ഒരു ഇല്ല ബ്രദറെ, പറഞ്ഞു കേട്ടായിട്ട് ഓർമ്മയുള്ളൂ, ഓഡിയോ പ്ലേ ചെയ്തായിട്ട് ഓർമ്മയില്ല. അല്ല, എൻ്റെ കൈ കിടക്കുന്നതിനകത്ത് നോക്കാൻ വേണ്ടി ഞാൻ അനസത്യാഗ്രഹത്തോട് നോക്കിയത് മാത്രമേ അറിയത്തുള്ളൂ. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതല്ല. അല്ല, ഒരു താക്കീതുകാരന്റെ മൂത്രം കുടിച്ചാ സ്വർഗത്തിൽ പോകുന്നുണ്ടെ പിന്നെ അല്ലാഹുവിന്റെ വലങ്കരം പോയി നക്കുന്നവർക്ക് സ്വർഗം കിട്ടാതിരിക്കുന്നതിന് കുറ്റമൊന്നും പറയാനില്ല. നമുക്ക് അതിനകത്തൊന്നും പറയാം. ഹലോ നസ്രീന്, ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ? എത്തി തിരിച്ചെത്തി. പുള്ളി ട്രോമേന്ന് റിക്കവർ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ബൈബിൾ തോറ തിരുത്തി വന്ന് ഞാൻ നിങ്ങൾക്ക് അതീസിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതീസിൽ നിന്ന് പോരാ, ബ്ലാക്കിന് മൈക്കിന് എന്തോ കുഴപ്പമുണ്ട്. ബ്ലാക്ക് ക്ലിയർ അല്ല. ബ്ലാക്ക് ഈ പൈപ്പിന് അത്ര സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ നേരത്തെ എന്നോട് ഒരു തോറ തിരുത്തി എന്നതിന് ഹദീസിൽ നിന്നൊരു തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ തെളിവ് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ നിന്ന് വേണം, ഹദീസിൽ നിന്ന് പറ്റൂല. ഇപ്പൊ നിങ്ങൾ ഖുർആൻ എന്തിനാണ് വന്നത് അതൊന്ന് പറയുക. നിങ്ങൾ അതിനെപ്പറ്റി അറിയോ? അത് മൂത്രം കുടിക്കാനെന്ന് പറഞ്ഞിട്ടല്ല ഖുർആൻ വന്നത്. ദൈവം എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? അതല്ല ഞാൻ പറയട്ടെ, ദൈവം എന്തുകൊണ്ടാണ് വന്നത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങനല്ല പറഞ്ഞത്. അല്ലാതെ മൂത്രം കുടിക്കുന്നല്ലാതെ. ഇതല്ല ആളുകളെ എഴുതി ചേർത്തത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ബ്ലാക്കേ ഒരു കാര്യം ചെയ്യ്, സംഭവം ശരിയാ, സംഭവം ബ്ലാക്ക് പറയുന്നത് 100% ശരിയാ. ഞാൻ ചോദിച്ചോട്ടെ, ഇതെങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ കിബിലക്ക് ഇത് ചെയ്യണം, എങ്ങനെ പോയി കാബയ്ക്ക് ചുറ്റും ഇതൊന്നും പറയാതെ ഈ മുഹമ്മദിനെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് അതെന്താ ബ്ലാക്കി? അതെന്താ അങ്ങനെ പറ്റിപ്പോയത്? അതൊരു പോയിന്റ് അല്ലേ? ഫ്രീസോള് ചോദിച്ചൊരു പോയിന്റ് അല്ലേ? ഖുറാൻ എങ്ങനെ ഇറങ്ങി, എന്തിനിറങ്ങി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. എത്ര വട്ടം നിസ്കരിക്കണം, എന്ത് ഓതണം ഒന്നും പറഞ്ഞിട്ടില്ല. മുഹമ്മദിന്റെ പേഴ്സണൽ കിച്ചൺ ക്യാബിനറ്റിലെ കാര്യങ്ങൾ മാത്രം. അതിനു വേണ്ടിയാണ് ഹദീസ് എഴുതപ്പെട്ടത്. പിന്നെ അത് ഖുറാനിലുണ്ടോ? ഖുറാനിൽ അങ്ങനെ ഉണ്ടോ? ഒരു ഹദീസ് വരുമെന്നും പണ്ഡിതന്മാർ ഇതൊക്കെ എഴുതി വെക്കുമെന്നൊക്കെ ഖുറാനിൽ എഴുതി. ഒരു മിനിറ്റ്, ഖുർആൻ നിലനിൽക്കുമെന്ന് ദൈവത്തിന്റെ ഒരു വചനമുണ്ട് ഖുർആനിൽ. ഖുർആൻ നിലനിൽക്കും. എന്നിട്ട് പിന്നെ എങ്ങനെയാ സുഹൃത്തെ ആട് നിന്ന് പോയത്? ഖുറാൻ നിലനിൽക്കുമെങ്കിൽ എങ്ങനെ ആട് നിന്ന് പോയത്? എങ്ങനെ സുഹൃത്തെ, അതൊക്കെ നിങ്ങൾ മാറ്റി. ഇത് പറയുന്നത് കേൾക്കണേ, അത് മാറ്റാൻ പറ്റത്തില്ല. ഖുറാൻ നിലനിൽക്കുമെങ്കിൽ എങ്ങനെ ആട് തിന്നുപോയി? ഖുറാന്റെ ആയത്തുകൾ എങ്ങനെ ആട് തിന്നുപോയി? തുടക്കോന്ന് ചോദിക്കല്ലേ, ചിരിച്ച് മണ്ണ് തപ്പും. എഴുതി വെച്ചതല്ലേ, തെളിവില്ലാതെ അതിനെ. തെളിവില്ലെന്നാ അങ്ങനെ എഴുതി ഹദീസുണ്ട്, 4 ഹദീസുണ്ട് എന്നല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബ്ലാക്കേ, ഒരു സെക്കൻഡ്. നിങ്ങൾ തന്നെയല്ലേ മുമ്പ് ഹദീസിനെ പറ്റി പറഞ്ഞത്? ഹദീസ് പിന്നെ ഇതിന്റെ ബാക്കിയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ വീണ്ടും തിരുത്തുവാണോ? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും ബ്ലാക്ക്. ഒരു മിനിറ്റ്, ഇതിന് കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാലേ, ഇസ്ലാമില് മൂത്രം നജസാണ്, അറിയോ? അത്
ഇസ്ലാമിൽ നമുക്ക് മൂത്രം അവിടോട്ട് പോവാം. മൂത്രം നമുക്ക് അങ്ങോട്ട് നജസാണ്. പോവാം. പിന്നെ നമുക്ക് അങ്ങോട്ട് എങ്ങനെ? പോവാം. നിക്കി, അങ്ങനല്ല, നിങ്ങൾ നമുക്ക് പറയും അങ്ങോട്ട് പോവാന്ന്. ഇതെല്ലാം ഷോ യുക്തിപര എന്റെ ദൈവം പൊന്നു ബ്ലാക്ക്, നമുക്ക് യുക്തിപരമായാണ് അങ്ങോട്ട് പോവാം. ഭൂമിയിൽ മനുഷ്യനെ അല്ല സൃഷ്ടിച്ചത്. ബോയ് നമുക്ക് ബ്രദറെ, അങ്ങോട്ട് പുള്ളി നല്ലൊരു പോവാം. പോയിന്റ് നമുക്ക് തന്നത്. ബോയ് ബ്രദർ നല്ലൊരു പോയിന്റ് നമുക്ക് തന്നത് കേട്ടോ. അത് പിടിക്കണം. അല്ല, മൂത്രം ഹറാമാണത് അത് ഞമ്മക്കറിയാം. അപ്പൊ മുള്ളി ഹറാമല്ല ദേഹത്തെങ്ങാനും ഒരു തുള്ളി സുഹൃത്തെ, തെറിച്ചു കഴിഞ്ഞാൽ അത് ഹറാമല്ല. നരകത്തിൽ പോവും. അതെ നിങ്ങൾക്കറിയാം അതെ, ഹറാമാണെന്നല്ലേ? നിങ്ങൾ ഹറാമല്ലോ. മൂത്രം ഒഴിച്ചിട്ട് ഒരു തുള്ളി തെറിച്ച് നിങ്ങളുടെ അറിയുന്ന കാര്യം ദേഹത്തെങ്ങാനും പറയണ്ട വീണ സുഹൃത്തെ. പൊന്നു മോനെ, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾ പോകത്തില്ല. അറിയുന്ന അങ്ങനെ കാര്യം എനിക്കറിയാം. പറയണ്ട സുഹൃത്തെ. ഗോപി, എനിക്കറിയാമെന്ന്. നിങ്ങൾക്കറിയാം കേൾക്കണോ ഹറാമാണെന്നറിയല്ലേ? കേൾക്കണോ ഓ കേൾക്കണോ? നജസ, മനസ്സിലായി ഹറാമാണ്. മനസ്സിലായി. നജസ പറഞ്ഞോ. ഗോപി ഹറാമല്ലോ, നെജസാണ്. അങ്ങനെ നജസ് നെജസായിരിക്കുന്ന ഒരു നജസ് കാര്യമല്ലല്ലോ. ഹറാമല്ല നജസാണ്. ശരി, മൂത്രം ദേഹത്ത് വീണ മുഹമ്മദ് സ്വർഗത്തിൽ എങ്ങനെ? പോവും. നിങ്ങൾ മൂത്രം ദേഹത്ത് വീണാൽ സ്വർഗത്തിൽ പോവുമോ? ഞാൻ ഇവിടെ നിങ്ങൾക്ക് യുക്തിപരമായിട്ടുള്ള ചിന്തിക്കാനാ പറയുന്നത്. യുക്തിപരമായിട്ടുള്ളതും വേണ്ട, ഹദീസിന്നും ഖുറാനിന്നും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നല്ല ബ്രെയിൻ തന്നല്ലേ ദൈവം, അത് ഉപയോഗിക്കും. നിങ്ങൾക്ക് താങ്കൾ പറഞ്ഞത് ഇത് ശരിയാണെന്ന് നാലാൾ പറഞ്ഞു. ഇത് കേക്ക്. അങ്ങനെയല്ല താങ്കൾ സുഹൃത്തെ. ഇപ്പൊ പറഞ്ഞു മൂത്രം നജസാണെന്ന്. അതൊക്കെ ശരി തന്നെയാണ്, നിങ്ങളുടെ കിതാബിൽ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ മൂത്രം ദേഹത്ത് വീണാൽ സ്വർഗത്തിൽ പോകത്തില്ല, അതെടുത്ത് കുടിക്കേണ്ടി വരും. കാരണം ഹദീസ് ഉണ്ട്, മുഹമ്മദിന്റെ മൂത്രം കുടിച്ച ആള് സ്വർഗത്തിൽ പോയതായിട്ടുള്ള ഹദീസ് ഉണ്ട്. അന്നേരം അതാണ് ഞാൻ ദേഹത്ത് നിങ്ങളോട് വീണാൽ പറഞ്ഞത്. ആരും സ്വർഗത്തിൽ പോകത്തില്ല, അതാണ് അത് ഞാൻ കുടിച്ചാൽ പറഞ്ഞത്. മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ കേട്ടോ. സ്വർഗത്തിൽ അതാണ് ഞാൻ പോകാന്ന് പറഞ്ഞത്. വെച്ചാല് മറ്റേ ഇവിടെ ഒരു ഹൂറികളും കോൺട്രഡിക്ഷൻ കുണ്ടന്മാരും ഉണ്ട്. ഉള്ള സ്വർഗത്തിൽ കേട്ടോ. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അല്ലേ? എന്താന്ന് വെച്ചാല് കുറെ നെജസാണെന്ന് പറയുന്നു ഇവിടെ, അത് കുടിക്കാതെ മറ്റടുത്ത് പറയുന്നു. അപ്പൊ നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത്? ഏതാ സ്വീകരിക്കേണ്ടത്? നെജസാണെന്നല്ലേ? അതിനെ അല്ല, ഒഴിവാക്കണം എന്റെ നിങ്ങൾ. സുഹൃത്തെ, കോൺട്രഡിക്ഷൻ ഉണ്ട്. ബ്ലാക്ക്, ഒരു മിനിറ്റ്, ബ്ലാക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. കോൺട്രഡിക്ഷൻ ഉണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് തന്നെ വെച്ചോ. അപ്പൊ ഇതിൽ എന്നാ ചെയ്യണ്ടേ? ബ്ലാക്ക് പറ. കോൺട്രഡിക്ഷൻ ഉണ്ട്, ബ്ലാക്ക് എന്നാ? ഒഴിവാക്കണം, അത്രേ ഉള്ളത്. ഒഴിവാക്കണം. രണ്ടും ഒഴിവാക്കണം. രണ്ടല്ല ഒന്ന്. പിന്നെ അതിലേതാ ഒഴിവാക്കുന്നത്? മൂത്രം ഒഴിക്കുന്ന ഒഴിവാക്കണോ, അതോ ആ ഖുർആൻ ആയത്തെടുത്ത് ഒഴിവാക്കണോ? മൂത്രം ഒഴിക്കുന്ന ഒഴിവാക്കണോ? ഖുർആൻ ആയത്തിലല്ല പറഞ്ഞത് നെജസിന്റെ. അത് നിങ്ങൾ അതാ ഞാൻ ചോദിച്ചത്. അത് തന്നെ ചോദിച്ചത്. മൂത്രം ഒഴിക്കുന്ന ഒഴിവാക്കണോ, ഹദീസ് അങ്ങ് ഒഴിവാക്കണോ? അല്ല, ഈ സഹീഹായ ഹദീസ്, അല്ല ഞാൻ ചോദിക്കട്ടെ ബ്ലാക്ക്, ഇതെല്ലാം സഹീഹായ ഹദീസുകളാണ്. ഈ സഹീഹായ ഹദീസിൽ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? എന്ത് സഹീഹ്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ അല്ലെന്നേ, ഇത് ഇങ്ങനെ ഇവര് ഈ പറയുന്നത് എന്ത് സഹീഹ്, എന്ത് ലൈഫ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെയും ഞങ്ങൾ ആദ്യം പറഞ്ഞെടുത്തോട്ട്, ഞാനും ഫ്രീസോളും ഒക്കെ ആദ്യം പറഞ്ഞെടുത്തോട്ട് വരാം. ഈ ഹജ്ജും നിസ്കാരവും ഒക്കെ എന്ത് ലൈഫ്, എന്ത് സഹീഹ്, അതൊക്കെ എന്ത് വിലയുള്ളത്? അതിനൊന്നും ഒരു വിലയില്ല. കാരണം ഹദീസല്ലേ. ഹദീസിനൊക്കെ എന്ത് വില? ഇതൊക്കെ ദൈവമാണ് പരീക്ഷിക്കുക. ബ്ലാക്ക് ഒരു സെക്കൻഡ്, അൽപാസ് എന്തോ പറയാം. ഒന്ന് മ്യൂട്ട് ചെയ്ത് ബ്ലാക്ക്, ഒന്ന് മ്യൂട്ട്. അങ്ങൊരു യഥാസ്ഥിതികനായ സാധുവായ മുസ്ലിമാണ്. അങ്ങയുടെ വാക്കുകൾക്ക് അങ്ങനെ ഒരു ആത്മാർത്ഥത തോന്നുന്നതിലും കുറ്റം പറയാനാവില്ല. ഒരു പദം അങ്ങ് പറഞ്ഞു, നമ്മുടെ ഒരു യുക്തി ഉപയോഗിക്കണം. ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ തീരെ യുക്തി ഇല്ലാതെയും വരരുത്. അമിത യുക്തി കൊണ്ട് ചിന്തിച്ച ചിലതിന് ഉത്തരം കിട്ടത്തുമില്ല. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പരാമർശം, ഞാൻ ആ മൂത്രം എന്ന വിഷയം വിടുകയാണ്. ഉമ്മു ഐമുന്റെ കാര്യമാണ്, അത് താരിഖുൽ ഇസ്ലാമിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അടുത്തത് ഈ ഹദീസ് നോക്കാനാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ഈ നിങ്ങൾ യുക്തി ഉപയോഗിച്ച് ഒരു കാര്യം പറയുക, നിങ്ങളുടെ സാമാന്യ യുക്തിയല്ല, കോമൺ സെൻസ്, അത് നല്ല പദം. നമുക്ക് എന്താണ് ഈ ഹദീസ്, അതിനെന്താണ് ആധികാരികത? ഇസ്ലാമിലെ ഒരു കാര്യത്തിൽ തീർപ്പ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഗതികേടാണ്. ഖുർആനിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഹദീസിലേക്ക് പോവുക. ഇനി ഹദീസിലില്ലെങ്കിൽ ഇജ്മ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ദെൻ ഖിയാസ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾ നോക്കിയേ. വിശുദ്ധ ഗ്രന്ഥമായി 50,000 വർഷം മുമ്പ്
സ്വർഗത്തിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ മുഹമ്മദിന്റെ ജീവിതചര്യകളുടെ ക്രോഡീകരണമായ ഹദീസിലേക്ക് പോവുക. അപ്പൊ ഹദീസിലില്ല. അപ്പൊ നമ്മളൊരു വിഷയത്തിന് ഒരു കോർട്ടിനെ സമീപിച്ചു, നമ്മൾ പ്രാദേശിക കോടതിയിൽ പോകുന്നു, CJM. അപ്പൊ CJM തള്ളുന്ന കേസ് നമ്മൾ നേരെ ജില്ലാ കോടതിക്ക് പോകുന്നു. അപ്പൊ ജില്ലാ കോടതിയും തള്ളുമ്പോൾ ഹൈക്കോടതി കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോർട്ട്. പ്രോട്ടോകോൾ എങ്ങനെയാ പോകുന്നത്? ഏറ്റവും വലിയ കോടതി ഏതാ? സുപ്രീം കോടതി. അപ്പൊ ഖുറാനിലില്ല, ദെൻ ഹദീസിലും ഇല്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? അവിടെയാണ് ഈ യുക്തി പ്രയോഗിക്കേണ്ടത്, അങ്ങനെയല്ലേ? അതും കഴിഞ്ഞിട്ട് പണ്ഡിത മതം പരിഗണിക്കുന്നു. അത് തിരിച്ചാന്ന് തോന്നുന്നു, ഇജ്മ കഴിഞ്ഞ് ഖിയാസ്, സോറി. അപ്പോൾ പണ്ഡിത മതം കഴിഞ്ഞിട്ട് ഒക്കുന്നില്ലെങ്കിൽ യുക്തി പ്രയോഗിക്കുന്നു. അപ്പം നിങ്ങളുടെ യുക്തിക്കൊരു പ്രശ്നമുണ്ട്, അത് തന്നെ വ്യത്യസ്തമാണ്, ആപേക്ഷികമാണ്. എൻ്റെയും നിങ്ങളുടെ ഒരുപോലെ അല്ല. ഒരു കാര്യത്തോട് കൊണ്ടുവെക്കുന്ന സമീപനം രണ്ടല്ല പലതാണ്. അപ്പൊ ഖുറാൻ വളരെ താഴെ പോയില്ലേ? നേരെ തിരിച്ചായിരുന്നു പറയേണ്ടത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അതിൽ നിന്ന് നിങ്ങൾ മുതിർന്നവരോട് അഭിപ്രായം ചോദിക്കുക, അതിലെ നബിചര്യ നോക്കുക, ഏറ്റവും ഒടുവിൽ ഖുറാനിൽ വരിക. ഖുറാനിൽ സകലത്തിനും ഉത്തരവുണ്ട്. ഇതായിരുന്നില്ലേ വരേണ്ടത്? നേരെ തല തിരിഞ്ഞു പോയി. യുക്തിയാണ് ഞാൻ പറഞ്ഞേട്ടോ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കോമൺ സെൻസ്. ഇനി ഈ ഹദീസുകൾക്ക് എന്ത് നിലനിൽപ്പാണുള്ളതെന്നാണ് പഠിക്കേണ്ടത്. ഇത്ര ലക്ഷക്കണക്കിന് ഹദീസ്, അത് തന്നെ ഓർക്കുക. ബുഖാരി എന്നൊരു മനുഷ്യൻ, ഒന്നാമത് ബുഖാരിക്ക് അതോറിറ്റി ഇല്ല നിങ്ങൾ പറയുന്നത്, കാരണം ബുഖാരി വിവാഹിതനല്ല. അപ്പോൾ വിവാഹം ഏറ്റവും നിർബന്ധമാക്കിയ ഒരു മതമാണ് ഇസ്ലാം. അത് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ലെന്നാണ്. മറ്റ് ശാരീരിക പരിസ്ഥിതിയോ കുറ്റങ്ങളോ ഇമ്പോർട്ടൻ്റ് ഒന്നോ അല്ലെങ്കിൽ ഹി മസ്റ്റ് മാരി. അപ്പോൾ ഇനി അത് പോട്ടെ, അത് ഗുരുതരമാണ് ഇസ്ലാമിൽ. ഞങ്ങൾക്ക് അതിനി അങ്ങനെ ഒരാളായതുകൊണ്ട് ഞങ്ങൾ തള്ളുന്നൊന്നുമില്ല. നിങ്ങൾ തള്ളിയേ പറ്റൂ, കാരണം അദ്ദേഹത്തെ ചോദ്യം ചെയ്തേ പറ്റൂ. അപ്പൊ ഇദ്ദേഹം ചെറുപ്രായത്തിൽ കേട്ടറിഞ്ഞ ഹദീസുകളുടെ കളക്ഷന് വേണ്ടി ഈ 10,000 1500 കിലോമീറ്റർ ദൂരം വരിക. ഇത്രയും ദൂരം മുഹമ്മദിന് 200 കൊല്ലം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വരിക സമർക്കണ്ടിൽ നിന്ന്, റഷ്യക്കാരനാണ് വരുന്നത്. ഇദ്ദേഹം വന്ന് ഇത്രയും പേരെ കണ്ട് ഇന്റർവ്യൂ നടത്തി, ഓരോന്ന് ചെയ്തിട്ടും വുളു നമസ്കാരം എടുത്ത് ഇത്രയും 6000 ഹദീസ്, ലക്ഷക്കണക്കിനുണ്ട്, എത്ര നമസ്കാരം ചെയ്യാനാകുമെന്നും എത്ര കണ്ട് ഇത് ശേഖരിക്കാനാകുമെന്നും എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനാകുമെന്നും നിങ്ങൾ പഠിക്കുക. അതിന് പറയുന്നില്ല ഭാവനാസമ്പന്നമായ കഥയാണ്. ഒരു ഹദീസ് ശേഖരിച്ച് ചെല്ലുമ്പോൾ ഒരു മൃഗത്തിന് ആഹാരം കൊടുക്കാതെ അതിൻ്റെ മുമ്പിൽ തീറ്റ കെട്ടിയിട്ടിട്ട് അതിനെ ഇങ്ങനെ തീറ്റയുടെ പിന്നാലെ നടത്തുന്ന ഒരുത്തൻ അവിശ്വസ്തനെന്ന് കണ്ട അയാളുടെ ഹദീസ് എടുത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി നിറം പിടിച്ച കഥകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ ഒരുതരം ഈ കുക്കുംബർ വിൽക്കുന്ന ഒരുത്തൻ, അത്ഭുത കുക്കുംബർ വിൽക്കുന്ന ഒരുത്തനുണ്ട് എന്ന് വ്യാജേന ഒരാൾ അതാ കുക്കുംബർ വിൽക്കുന്നു, അവനിൽ നിന്ന് ഹദീസ് എടുത്തില്ല. അപ്പൊ ഇദ്ദേഹം ഒത്തിരി അത് സൂക്ഷിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇതിൽ ഇങ്ങനെ ശേഖരിച്ച കഥകൾ കൊണ്ട് ഖുറാൻ തെളിയിക്കാൻ പോയതാണ് വാസ്തവത്തിൽ. ഇത്രയും ഗതികേടിന്റെ ആവശ്യമുണ്ടോ? ഈ നിസാര വിഷയത്തിൽ ഇറങ്ങി ഇടപെടുന്ന അള്ളാഹുവിന് ഒരു ഖുറാൻ വചനം എവിടെ എങ്ങനെ അവതരിച്ചു എന്ന് ആ കൂടങ്ങ് എഴുതിയാൽ പോരെ? അതിന്റെ രീതി ഇങ്ങനെയാണ്, അതിന്റെ കാര്യം ഇതാണ്, എന്നിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഇത് എഴുതിയാൽ പോരെ? ലോകത്തിലെ ഏത് മതഗ്രന്ഥം വായിച്ചാലും ആൾക്കാർക്ക് മനസ്സിലാവും. ഇനി ഇത് നിങ്ങൾ പോയിട്ട് ഈ ഹദീസും വ്യാഖ്യാനവും, ഞാൻ പറയാറുണ്ട്, ഈ തഫ്സീർ എന്ന് പറയുന്ന സാധനമേ അതിൽ തന്നെ അത് കറക്റ്റഡ് ആണ്. ഒരു തഫ്സീറിനും ആധികാരികതയില്ല. ഖുറാന് നിങ്ങൾ എങ്ങനെ പഠിച്ചാലും അത് പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത മുസ്ലിമിന് വരത്തില്ല. അതിന്റെ കാരണം യഥാർത്ഥ ഖുറാന്റെ അർത്ഥം അള്ളാഹുവിനൊഴികെ ആർക്കും അറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനിരുന്ന് പറയുക? ആകപ്പാടെ ഖുറാന്റെ പഠനത്തിന് കേൾക്കുന്ന ഒരേ ഒരു സൂചന, നിങ്ങൾക്കറിയില്ലെങ്കിൽ വേദക്കാരോട് ചോദിക്കാനാണ്, അല്ല മൗലവിയോട് പോയിട്ടോ അല്ല ഉസ്താദിന്റെ അടുത്തോ ഈ ഷംസുൽ ഉലമമാരുടെ അടുത്തോ പോയി ചോദിക്കാനല്ല. നിങ്ങൾ പിന്നെ ഉണ്ടാക്കുന്നതാണ് ഈ പാണ്ഡിത്യത്തിന്റെ സൂര്യ തേജസ്സൊക്കെ. അല്ലെ ഖുറാൻ വെച്ച് നിങ്ങൾ പറയും. യഥാർത്ഥ ഖുറാന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ, 3:7. അപ്പോൾ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കിതാബ് ഇതാ സ്വർഗത്തിരുന്നാ മതിയായിരുന്നു, നമുക്ക് തന്നിട്ടിത് തെളിയിക്കാൻ വേണ്ടി 200 കൊല്ലം കഴിഞ്ഞൊരുത്തനെ ഇത് വഴി പറഞ്ഞു വിടുന്നു. പിന്നെ ഇബ്നു മാജയൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ എഴുതി അത് എഡിറ്റ് ചെയ്ത്
ഷിഹാഉൽ ഹുസിദ്ദ ഇതുണ്ടാക്കുന്നു. ഷിഹാഉ സിദ്ദ ഉണ്ടാക്കുന്നു. 6 പ്രബല ഹദീസുകാരന്മാരെ ശേഖരിച്ചു വെക്കുന്നു. അതിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നു. ഇതെങ്ങനെ ഒക്കും? എങ്ങനെ ആധികാരികമാകും? എന്താധികാരികത ഹദീസുകൾക്ക്? ആ ഹദീസിനുള്ളിലെ അധിക ഭാഗവും, അതും ഈ സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ ഈ ചെയിൻ ഓഫ് നറേഷൻ, ഈ സംഭവം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഈ സംഗതിക്ക് ചെയിൻ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ലിങ്ക്. ഇനി അതിന് തൊട്ടടുത്ത് വരും ഹസൻ പോലും തള്ളാൻ പറ്റില്ല, അതെല്ലാം എടുക്കേണ്ടതാണ് ആ ഹദീസുകളൊക്കെ. അപ്പൊ ഇത്തരം ഹദീസുകൾ ഖുറാൻ തെളിയിക്കാൻ എന്ന രൂപേണ ഉണ്ടാക്കിയിട്ട് അത് മുഹമ്മദിനെ ഇട്ട് കൊടുത്ത വല്ലാത്ത പാരയായിപ്പോയി. കാരണം ഈ ഹദീസ് ഇല്ലെങ്കിൽ മുഹമ്മദ് ഒത്തിരി രക്ഷപ്പെടുമായിരുന്നു, പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ പറഞ്ഞ ഈ മൂത്രം, കിണറ്റിൽ മൂത്രം ഒഴിക്കുക, അതൊരു സാധാരണ മനുഷ്യന് ചേരുവോ? കോമൺ സെൻസ് കൊണ്ട് ചേരുക? അല്ലെങ്കിൽ പറയണം ഈ മുഹമ്മദിന് എന്തോ അത്ഭുത സിദ്ധിയുള്ള ആളാണ്. അങ്ങനെ ഖുറാനിൽ എവിടെയാ ഉള്ളേ? എൻ്റെ ദാസന് ഞാൻ ഇങ്ങനെ വരം കൊടുത്തു, അവന്റെ മൂത്രത്തിന് ഈ ഗുണമുണ്ട്. പിന്നെ അന്നത്തെ കാലത്തൊരു പ്രാകൃത ആചാരമാണ് ഈ കൊമ്പ് വെക്കുക എന്ന് പറയുന്നത്, ബ്ലഡ് ശേഖരിച്ച് കുടിക്കാൻ കൊടുക്കുക. അപ്പൊ ഇവിടെ ആരോ പറഞ്ഞു പഴയ അക്യുപഞ്ചറിന്റെ, ആധുനിക അക്യുപഞ്ചറിന്റെ ഒരു വേറെ രൂപം. ഇതൊക്കെ അറബികൾ ചെയ്തു വന്നിരുന്ന ചികിത്സകളാണ്. പിന്നെ അതുപോലെ നമ്മുടെ അക്ബർ സാഹിബിന്റെ ഒക്കെ ഒരു ചികിത്സയുണ്ട്, ഈച്ച ശാസ്ത്രം. ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധമാണ്, മറ്റേ ചിറകിൽ വിഷമാണ്, മറ്റേ ചിറകിൽ ഔഷധമാണ്. അപ്പൊ അതിന് ഞങ്ങൾ ചോദിച്ചിരുന്നു, ഈച്ച ഈ വിഷച്ചിറക് കൊണ്ട് തന്നെ വീഴണമെന്നില്ലല്ലോ, ഔഷധച്ചിറക് ആദ്യം വീണെങ്കിൽ എന്ത് ചെയ്യും? 2, ഈച്ച ഒരു സൈഡ് കുത്തി വീഴുകയില്ല, ഈച്ച പറഞ്ഞ ഏത് രൂപത്തിലും വീഴാം. അപ്പൊ വീണിട്ട് ഒരു സൈഡ് പൊങ്ങി കിടക്കുകയല്ല, അതിനെ പിഴിഞ്ഞ് ഈച്ച ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശാസ്ത്രമാകും? അപ്പൊ ഇത് നിങ്ങളുടെ കോമൺ സെൻസ്, നിങ്ങളാ പറഞ്ഞ അതേ പദമാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കോമൺ സെൻസ് നോക്കുക. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മുഹമ്മദ് ഒരു ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെ അരികിൽ വന്നപ്പോൾ അവര് പ്രവാചകനാണോ എന്ന് ചോദിക്കും. അപ്പൊ പുള്ളിയുടെ നിലപാട് മാറിയിട്ട് പറയും, ഞാൻ വെറും ഒരു താക്കീതുകാരനാണ്. 38-ന്റെ 70-ഉം 23-ന്റെ 46-ഉം 34-ന്റെ 44-ലും എല്ലാം പറയുന്നുണ്ട്, ഞാനൊരു വെറും താക്കീതുകാരൻ, ഞാൻ ഈ കാര്യം ഒന്ന് പറയാൻ വന്ന ആൾ, ഇത്രയും കൊണ്ട് ഒതുങ്ങും. എന്നിട്ട് ഇവര് പോയി കഴിഞ്ഞ് തന്റെ അനുഗാമികളെ കാണുമ്പോൾ പറയും, ഞാൻ ഭയങ്കര പുള്ളിയാണ്, അപാര സംഭവമാണ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഈ പാവങ്ങളോടാ പറയുന്നത്. അവിടെ ഒരു യുക്തിയും പ്രയോഗിക്കപ്പെടുന്നില്ല, താങ്കൾ പറഞ്ഞ പോലെ. ആ പദം താങ്കൾ ഉപയോഗിച്ചോണ്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഹദീസിലുണ്ടെങ്കിലും ഖുറാനിലുണ്ടെങ്കിലും ഈ പറഞ്ഞ സംഭവങ്ങൾ ഇല്ലാതെ ഉണ്ടോ? നിങ്ങൾക്ക് നിരസിക്കാമോ? കിണറ്റിൽ മൂത്രം ഒഴിക്കുന്നു, ഇറച്ചിക്കലത്തിൽ തുപ്പുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ മൂത്രം ഒഴിച്ചിട്ട് ശേഖരിച്ചു വെക്കുന്നു, അതൊരാൾ കുടിക്കുന്നു, കുടിക്കുമ്പോൾ ആയത്ത് വരാതെ തന്നെ പറയുന്നു സ്വർഗത്തിൽ പോകും. എന്നാൽ പിന്നെ ഇത് കുറെ മുസ്ലിങ്ങൾ കൊടുത്താൽ പോരെ സ്വർഗത്തിൽ പോകാൻ? മുഹമ്മദിനോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അപ്പന് പോലും സ്വർഗമില്ല, ഉറപ്പില്ല, മുഹമ്മദിന് സ്വർഗം ഉറപ്പില്ല. അപ്പൊ സ്വർഗം ഉറപ്പിച്ച ഉമ്മു മൈമൂനില്ലല്ലോ. അപ്പൊ ഇതാണോ വഴി? അപ്പൊ അന്നത്തെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഇതൊരു ഡ്രിങ്ക്സ് കൊടുത്താൽ പോരെ? ഇത് അത് കുഴപ്പമൊന്നുമില്ല. ഈ കൊല്ലം തുളസിയൊക്കെ ഇപ്പോഴും കുടിക്കുന്നുണ്ട്, ഈ മൂത്രം കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ വലിയ വാർത്ത വന്നിരുന്നു, ഒരു ചികിത്സയാണെന്നും പറഞ്ഞു. അത്തരം വട്ടുതരങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. അപ്പൊ ഇതങ്ങ് പ്രാക്ടീസ് ചെയ്താൽ പോരെ? മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക്, സ്വർഗം കിട്ടാൻ, നരക തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ താക്കീതുകാരന്റെ രക്തം കുടിച്ച, അല്ലെ ഇദ്ദേഹത്തിന്റെ മൂത്രം കുടിച്ച ഇത്രയും വിശേഷപരമായ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിലെ സാങ്കത്യം? എന്താണ്? അല്ലെ പറയണം ഇതൊരു മനുഷ്യനല്ല, അപാരമായ സിദ്ധി ചൈതന്യങ്ങളുള്ള ഒരു വ്യക്തിത്വമാണെന്ന് അള്ളാഹുവോടിലും പറയണം. അള്ളാഹു പറയുന്നില്ല. അള്ളാഹുവിന്റെ ഖുറാനിൽ പറയുന്നത് ഒരു താക്കീതുകാരൻ, വെറും ഒരു താക്കീതുകാരൻ, അതും മുഹമ്മദിനെ അയച്ചേക്കുന്ന ഇവിടേക്ക് ഇവരുടെ ഇടയിലേക്ക് മാത്രം അയച്ച ഒരു താക്കീതുകാരൻ. ഇത് കൃത്യമുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് മിസ്റ്റർ ബ്ലാക്ക് കാണുമെന്ന് പറഞ്ഞാൽ കൊള്ളാം, അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഈ താങ്കൾ പറഞ്ഞ പോലെ യുക്തി ഉപയോഗിച്ച് നോക്കിയാൽ ഈ മുഹമ്മദിന്റെ ഈ ചെയ്തികൾ, ഈ പ്രവൃത്തികൾ ഹദീസിലുണ്ടോ, ആ ഹദീസ് കൊള്ളൂല എന്നൊക്കെ വാദിക്കുമ്പോൾ ഈ സംഭവം ശരിയല്ല, ഞങ്ങൾ നുണയാണ് പറയുന്നത് അങ്ങ് ആരോപിക്കണം. എന്നിട്ട് ആ ഹദീസ് അത് കറക്റ്റ് അല്ല എന്ന് വാദിക്കണം. ഇനിയും മറ്റൊരു കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞു ഈ തോറ എന്തോ തിരുത്തലുണ്ട് എന്ന് ഹദീസിലുണ്ട്. പക്ഷെ അത് ഗൗരവമുള്ളൊരു കാര്യമല്ലേ? പക്ഷെ ഈ തോറ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് ഉമർ. അന്നേരം പറഞ്ഞു ഇന്നോലൊരു വിഷയമുണ്ട്, അതിൽ ഇന്ന കുറ്റമുണ്ട്, അത് ഏതാ എന്താന്ന് വല്ലതും ഉണ്ടോ? ഏതാ എന്താന്ന് പറഞ്ഞാലല്ല നമുക്ക് തെറ്റിതിരുത്തി മുമ്പോട്ട് പോകാൻ ഒക്കും. രണ്ടാമത് ഈ ദേവനാണ് ഈ തെറ്റ് വരുത്തുന്നത്.
തെറ്റ് വരുത്തിയതിന്റെ കാരണം എന്താ? ആരാണ് ഇത് ചെയ്തത്? വല്ല പിടിയുണ്ടോ? അപ്പോൾ തന്നെ ഖുറാൻ മുഴുവൻ നേരെ തിരിച്ചും തോറയെ പുകഴ്ത്തുകയാണ്. അത് നിങ്ങൾക്ക് ആലു ഇമ്രാൻ, അതായത് 93-മൂന്നാമത്തെ അധ്യായം, ഇമ്രാൻ കുടുംബം, അതിന്റെ 93-ാമത് വചനം, എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രയേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു. തൗറാത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പായി ഇസ്രയേൽ യാക്കൂബ് നബി തന്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക. അപ്പൊ അത് തിരുത്തിയ സാധനം കൊണ്ടുവരാനാണ് പറയുന്നത്. ഇനിയുണ്ട് 111-ാമത് അതിന്റെ തന്നെ അതേ വചനം കിടപ്പുണ്ട്, 113. അവരെല്ലാവരും ഒരുപോലെ അല്ല, നേർമാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹവും വേദക്കാരിലുണ്ട്. രാത്രി സമയങ്ങളിൽ സുജൂദിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. അപ്പൊ തിരുത്തലില്ലാത്ത ഒരു കൃതിയുടെ വക്താക്കൾ വന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരാരാണ്? അവരുടെ പക്കൽ നല്ലൊരു കൃതി കാണുമല്ലോ. അതിന്റെ തുടർച്ച ഇന്ന് എവിടെയാണ്? തെറ്റിയത് ഏതാണ്, ശരിയേതാണ്? ഇതൊക്കെ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അപ്പൊ ഇതാണ് ഞങ്ങൾ വെച്ച ചലഞ്ച്. ചുരുക്കത്തിൽ ഹദീസിന് പറയുക ബൈബിൾ തിരുത്തി എന്ന് പറഞ്ഞാൽ ഖുറാൻ എതിരാവും. അപ്പൊ ഖുറാനും ഹദീസും കൂടെ ഒരു വിഷയത്തിൽ കോൺട്രവേഴ്സി ആണെങ്കിൽ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം? ഖുറാനാണോ വിധി പറയേണ്ടത്? ഇതാണോ? ഞങ്ങൾ ഇതിന് പറയാറുണ്ട്, പണ്ഡിത അഭിപ്രായമോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒരു ബൈബിൾ വചനത്തിന് വിരുദ്ധമായി വന്നാൽ ബൈബിൾ വചനമാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് നേരെ തലതിരിഞ്ഞൊരു ഏർപ്പാടാണ് ഖുറാനില്ലെങ്കിൽ ഹദീസിൽ, ഹദീസിൽ നിന്ന് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ പണ്ഡിതമതം, പണ്ഡിതമതത്തിലും ഇല്ലെങ്കിൽ യുക്തി. ഞങ്ങൾക്ക് നേരെ തിരിച്ചാണ്, പണ്ഡിതമതം എന്നൊരു അഭിപ്രായം ഇവിടെ ഇല്ല, ഞങ്ങൾക്കില്ല. പണ്ഡിതം പലതും പറയും, അത് കൈവച്ചോണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു വചനം. അത് അങ്ങനെ അല്ലെന്ന് തോന്നിയാൽ നിങ്ങൾ പോകേണ്ട നേരെ തിരിച്ച് വിശുദ്ധ ബൈബിളിലേക്കാണ്. ബൈബിളാണ് ഞങ്ങൾക്ക് അവസാന വിധി. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ വൈരുദ്ധ്യം ഒന്ന് പൂരിപ്പിച്ച് തരിക. ഒപ്പം ഈ ഹദീസ് നിങ്ങൾ തന്നെ വന്നിട്ട് നിങ്ങൾ എഴുതിയ ഇസ്ലാമിക സൃഷ്ടിയായ ഹദീസിനെ ഉദ്ധരിച്ച് കേൾപ്പിക്കുമ്പോൾ അതിന് കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പക്കാർ ഉദ്ധരിക്കുന്ന ഞങ്ങളല്ല, നിങ്ങളാണതിന്റെ ഉത്തരവാദികൾ. അതുകൂടി ഓർത്തുകൊണ്ട് ബ്ലാക്ക് ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാം. ഓക്കെ, താങ്ക്സ് കൊടിത്തോട്ടം സാർ. താങ്കൾ വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജീസസ് ആസ് എ സ്ലാവ് സെർവന്റ് എന്ന് ബൈബിളിൽ മാത്യു 12:18 പറയുന്നു. ആക്ട് 3:13 പറയുന്നു. ആക്ട് 4:27 പറയുന്നു. ബ്ലാക്ക് ഇപ്പൊ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? കേട്ടു സുഹൃത്തെ, ഞാൻ സംസാരിക്കട്ടെ. അതിന് താങ്കൾ റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ആക്ട് 3:13 പറയുന്നു. ആക്ട് 3:26 പറയുന്നു. ആക്ട് 4:27 പറയുന്നു. ആക്ട് 4:30 പറയുന്നു. ആക്ട് 2:22 പറയുന്നു. എവിടെ പറയുന്നു? ഒരു മിനിറ്റ്. ആക്ട്സ് എന്തുവാ? അറിയില്ലേ? ആക്ട് താങ്കൾ പറഞ്ഞ ആക്ട് എവിടെയും കേട്ടിനോ? ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് അതാണ് ഉദ്ദേശിച്ചത്. എന്ത് പറഞ്ഞിട്ടേ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ആണ് ഉദ്ദേശിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി ആക്ഷൻ എനിക്ക് എക്സ് ഒന്നും മനസ്സിലായില്ല കൊടുത്തോളം പാസ്, അവിടെ ഞാൻ ചോദിച്ചു. അല്ല, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ല ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടിയാ മതി. പോട്ടെ. ഇതിലൊക്കെ പറയുന്നില്ലേ ജീസസ് സെർവന്റ് ആണെന്ന്, ജീസസ് പ്രോഫറ്റ് ആണെന്ന് മാത്യു 21:11 പറയുന്നു. ലൂക്ക 22:19 പറയുന്നു. മാത്യു 13:57 പറയുന്നു. ഇതെല്ലാം പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാമെന്ന്. ഇതെല്ലാം ഞങ്ങൾക്കറിയാം, ഈ വചനം എല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും പറയുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മോനെ. ഇവിടെ പറയുന്നത് അതൊന്നുമല്ല. കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് നീ പറയുന്ന ഓരോ വചനത്തിലൂടെ തന്നെ അവൻ ദൈവമാണെന്നും പറയുന്നുണ്ട്. നീ അത് അംഗീകരിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, നമുക്കതല്ല വേണ്ടേ, നമുക്കതല്ല വേണ്ടേ ബ്ലാക്ക് നമുക്കതല്ല വേണ്ടേ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന അതൊന്നും അല്ലല്ലോ. കൊടുത്തോട്ടം പാസ്റ്റർ നിങ്ങളുടെ മുമ്പിൽ ഒരു പോയിന്റ് വെച്ചിട്ട് ആ പോയിന്റിൽ നിന്നും ബ്ലാക്കിന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ അതാണ് ചോദിക്കുന്നത്.
ഇതൊക്കെ അതല്ലല്ലോ ഉണ്ടായിട്ട് താങ്കൾ നിങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ താങ്കൾ നിങ്ങൾക്കൊരു ചോദിക്കുന്നത് ഇതുണ്ട് എന്ത് താങ്കൾ വെച്ച വിശ്വാസം. പോയിന്റിന്റെ ബാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു മിനിറ്റ്, അതിൽ നിന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? ഉരുളാൻ ഈ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരുപാട് വചനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് മാത്രം വിശ്വസിക്കുന്നു? അല്ലല്ല, ഞാൻ എന്നാ പറയാതെ ഒരു മിനിറ്റ് ഞാനത് പാസ്റ്റർ പറയാം. അതിനൊരു മറുപടി വരും കേട്ടോ. അതായത് ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം കേട്ടെ, ഇത് കിണറ്റി മുള്ളിയ കഥയായി പറയുന്നത് ഒന്ന്. അതുപോലെയാണോ ഒരു ദൈവപുത്രനാണ്, ദാസനാണ് എന്നൊക്കെ പറയുന്നതും ഒരു ഭയങ്കര വന്ധ്യ പ്രവാചകൻ, ഒരു ഭയങ്കര അത്ഭുതക്കാരൻ, ഭയങ്കര ഗടാഗടിയൻ കക്ഷി വന്നിട്ട് മൂത്രമൊഴിച്ച് കണ്ടില്ല, ഇത് രണ്ടുമാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? നാണമില്ലേ പറയാൻ? ഇത് കേൾക്കാൻ തന്നെ കൊള്ളാവുന്ന കാര്യമാണോ? ഒരു പ്രവാചകൻ രാവിലെയോ രാത്രി വന്ന് കിണറ്റി മുള്ളി അദ്ദേഹത്തിന്റെ മൂത്രം കുടത്തി സൂക്ഷിച്ചിട്ട് സ്ത്രീ കുടിച്ചു, ഇതും കൂടെയാണോ നിങ്ങൾ തുലനം ചെയ്യുന്നത്? അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ പറയണം അങ്ങനെ ഇല്ല, അത് തെറ്റാണ്, ബുക്കാരിക്ക് തെറ്റി, നിങ്ങൾ ഞങ്ങൾക്ക് തെറ്റി എന്നാണ് പറയുന്നത്. പ്രവാചകൻ അങ്ങനൊന്നും ചെയ്യല, പ്രവാചകൻ ഡീസന്റ് ആളാണ് എന്ന് ഈ ഖുറാനിസ്റ്റുകൾ പറയുന്നത് പറയണം. രണ്ട്, ഇനി ഈ സംഭവം എടുക്കുന്നില്ലേ പിന്നെ ഖുറാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനും സാധിക്കണം. അപ്പൊ ഹദീസ് എടുക്കാനും എടുക്കാതിരിക്കാനും വയ്യ. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ബൈബിൾ നിങ്ങൾക്ക് എടുക്കാനും എടുക്കാതിരിക്കാനും വയ്യ, ഹദീസ് എടുക്കാതിരിക്കാനും വയ്യ. കാരണം ഹദീസ് എടുക്കുന്നില്ലെങ്കിൽ ഖുറാൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. എടുത്തു പോയി കഴിഞ്ഞാൽ കൊടുത്തോടും സാർ. ഇതിനകത്ത് ഞാൻ മറ്റേ പറഞ്ഞോളാം, ദൈവത്തോണ്ട പറയും, ഞാൻ പറയാതിരിക്കില്ല. ഇടയ്ക്ക് ഈ കേറല്ലേ ബ്ലാക്ക്, ഇടയ്ക്ക് കേറല്ലേ സഹോദര. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് പറയും, എന്തിനാ ഞാൻ ഓടി വിളിക്കുന്നത്? ഖുറാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ ഹദീസ് വേണം. ഹദീസ് എടുത്തു പോയാൽ ഇത്തരം വൈകൃതങ്ങൾ ഒത്തിരി കാണാം. നബിയുടെ സ്ത്രീലമ്പടത്വവും അതുപോലെ ഈ പറയുന്ന മറ്റേ മോശപ്പെട്ട കഥകളുടെ മാത്രം ഒരു വലിയ ചാക്ക് കണക്കിന്, അപ്പൊ ഈ ബണ്ടിൽ ഓഫ് ലൈസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്തിരി കാര്യങ്ങൾ കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് ഹദീസിനെ എങ്ങനെ സമീപിക്കണമെന്നതിനകത്ത് കൃത്യം ഒരു കാഴ്ചപ്പാടില്ല. രണ്ട്, ബൈബിളിനെ കുറിച്ച് ഇത് തന്നെ, അതിലേക്ക് തന്നെ ഞാൻ വന്നു. ബൈബിളിനെ കുറിച്ചും ഒരു മുഹമ്മദീയനും ഒരു സങ്കല്പമില്ല, ഒരു കാഴ്ചപ്പാട്, ഇതാണ് ഞങ്ങൾക്ക് ബൈബിൾ. ഞങ്ങളത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഇതേ വിഷയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ ദൈവപുത്രൻ എന്നൊരിടത്ത്, ദാസൻ എന്നൊരിടത്ത്, പ്രവാചകൻ എന്നൊരിടത്ത്, ദൈവമെന്ന് ഒരിടത്ത്. അപ്പൊ ഇതിങ്ങനെ വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ചാൽ, ആ വൈരുദ്ധ്യമാകാതെ വരുന്ന എപ്പോഴാണെന്ന് അറിയണ്ടേ? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അപ്പൊ ഒരിക്കൽ ദൈവമായിരുന്നല്ലോ, ദൈവരൂപത്തിലായിരുന്നല്ലോ, ദൈവത്തോടുള്ള സമത്വം, അപ്പൊ ബഹുത്വം വന്നല്ലോ, തൃത്വമൊക്കെ വന്നല്ലോ. മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്തു, അപ്പൊ ദാസനായല്ലോ. ദാസനായെന്ന് പിന്നെ ദാസനെ ദാസൻ എന്ന് വിളിക്കാമല്ലോ. അപ്പൊ ദാസ്യരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, അപ്പൊ മനുഷ്യപുത്രനായല്ലോ. ഇനി യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് പ്രവചിച്ചു പലതും. ജാതിയോട് എതിർക്കും, ക്ഷാമം ഭൂകമ്പം അവിടെ ആയിട്ടുണ്ടാകും, അപ്പൊ എൻ്റെ വരവിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ കാണും, യെരൂശലേം സൈന്യങ്ങളാൽ ചുറ്റപ്പെടും, അപ്പൊ പ്രവാചകനായല്ലോ. അതിലെന്താ പ്രശ്നമുള്ളത്? അപ്പൊ ഞങ്ങൾക്കതെങ്ങനെ വൈരുദ്ധ്യമാകുന്നേ? ഈ പറഞ്ഞതല്ല യേശുവിൽ നടക്കുന്നു. ദാസനാണോ? അതെ. അതുകൊണ്ട് യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷയപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി നൽകിക്കൊടുക്കാനും വേണ്ടി വന്നതാണ്. വെട്ടാനോ കുത്താനോ ഒന്നല്ല, മരിക്കാൻ വന്നതാണ്. അവിടെ ഇവിടെ വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യം ആണിതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് തള്ളി പറയലേ, അതിനെല്ലാം കിടന്ന് തള്ളുകയല്ലേ. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ? ഹദീസ് പൊക്കോട്ടെ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞ മത്തായി അങ്ങ് പൊക്കോട്ടെ, ഇത് പറഞ്ഞില്ലല്ലോ. ഇനി നിങ്ങളുടെ ഒരു അവസരവാദം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിങ്ങളിപ്പോ എവിടുന്ന ആക്ട്സ് ഓഫ് ദി അപ്പോസൽ എന്നാണ്. ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസൽസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ എടുക്കാൻ ഒക്കത്തില്ല. അതിന്റെ കാരണം അത് എഴുതിയത് നിങ്ങളേറെ വെറുക്കുന്ന പൗലോസ് എന്ന വ്യക്തിയുടെ ശിഷ്യനായ ലൂക്കോസാണ്. അപ്പൊ ലൂക്കോസ് എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു കൊട്ടേഷൻ നിങ്ങൾ വിമർശിക്കാൻ എടുത്താൽ കുഴപ്പമില്ല, അവിടെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? പൗലോസിന്റെ 14 ലേഖനം എടുക്കാൻ നിങ്ങൾക്ക് ഒക്കെയില്ല, ഈ പുസ്തകം എടുക്കാൻ ഒക്കത്തില്ല. വിമർശിക്കുന്ന ആളാണെങ്കിലാട്ടോ, അല്ലേ കുഴപ്പമില്ല. അപ്പോൾ ദൈവവചനമായിട്ട് അതിനെ കാണുന്നില്ല എങ്കിൽ എടുക്കാൻ പാടില്ല. കാണുന്നെങ്കിലേ ദാസൻ ആ പദപ്രയോഗത്തിന് അർത്ഥമുള്ളൂ. ചുരുക്കത്തിൽ ഏത് ആംഗിളിൽ നോക്കിയാലും അത് വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചത്, തോറ തിരുത്തി ഒരു ഹദീസിൽ പറഞ്ഞെന്ന് കൂട്ടിക്കോ. ഖുറാനിൽ പറയാ തോറ വന്ന് ഭക്തിയോടെ വായിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ തിരുത്തിയ സാധനം ഭക്തിയോടെ വായിക്കുന്നവരെ കുറിച്ചാണോ
ഇപ്പുറത്ത് പറയുന്നത്. ഇതാണ് വൈരുദ്ധ്യം. ഒരേ സമയത്ത് രണ്ട് നിലപാടെടുക്കുക. അപ്പൊ ഖുറാനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യങ്ങളുടെ വഴിയിലൂടെ പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് ഖുറാന്റെ മുകളിലാണ് ഹദീസ്. ഖുറാനിൽ ഒരു കാര്യത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ഹദീസിലാണ് നോക്കണ്ടേ. അങ്ങനെയാ. ഹദീസിലും ഇല്ലെങ്കിൽ പോകേണ്ടത് പണ്ഡിത മതത്തിലാണ്. അവിടെ ഇല്ലെങ്കിൽ യുക്തി. ഇതാണ് പറഞ്ഞത്. അതിനൊന്നും താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ താങ്കൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. പ്രവാചകനെന്നുണ്ട്, ദാസനെന്നുണ്ട്, ഇനി രാജാതി രാജാവെന്നുണ്ട്, സൃഷ്ടാവായ ദൈവമെന്നുണ്ട്. ഇതെല്ലാം യേശുവിന് ചേരുന്ന അപരാഭിധാനങ്ങളാണ്. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ് പേര്. ഇതെല്ലാം ഉണ്ട്. അതിനാണ് പറഞ്ഞത് ദൈവം അവൻ ദൈവരൂപത്തിൽ ഇരുന്നു. ഇനി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, ഫിലിപ്പിയ ലേഖനം 2:4, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസ്യരൂപം എടുത്തു. പിന്നീട് കാണുന്നത് അതുകൊണ്ട് ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി. അപ്പൊ വീണ്ടും പഴയ സ്ഥലത്തേക്ക് എത്തി. ലോകാരംഭത്തിന് മുമ്പ് പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് പുത്രൻ തിരികെ കരേറി. അപ്പൊ ഒരു കാലഘട്ടം പുത്രൻ ദാസനായി ഭവിച്ചു, മനുഷ്യനായി ഭവിച്ചു, മരിച്ചു. അതിന് ശേഷമുള്ള കാലഘട്ടം ദൈവസ്ഥാനീയനായിട്ട് ഉയർന്നു. ആ ക്രൈസ്തവ ദൈവശാസ്ത്രം വളരെ വളരെ വ്യക്തമാണ്. അവിടെ ഒരു വൈരുദ്ധ്യവും ബ്ലാക്കിൽ നിന്നല്ല ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല. താങ്ക് യു. ബ്ലാക്ക് ഇൻ ദി ഓഡിയോ കാണുന്നില്ലല്ലോ. പോയോ? പോയി. താങ്ക് യു. കൊടുത്തോളം മാസ്റ്റർ ഒരു ചെറിയ ഡൗട്ട്. കൊടുത്തോളം മാസ്റ്റർ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുക. കൊടുത്തോളം മാസ്റ്റർ നമ്മൾ ഈ കൊടുത്തോളം മാസ്റ്റർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നത്, നമ്മളൊരു ബൈബിൾ കോളേജിൽ പഠിക്കുന്നതും ഈ പലപ്പോഴും പറയുമല്ലോ കൊടുത്തോളം മാസ്റ്റർ ഈ സെൽഫ് ക്രിറ്റിസിസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ പഠിക്കുമ്പം ഈ നമ്മൾ ബൈബിൾ കോളേജിലോ ഇല്ലെങ്കിൽ അതിന്റെ ഹയർ ഇതിൽ പഠിക്കുമ്പോൾ അതിൽ എത്ര പെർസെന്റേജ് കൊടുത്തോട്ടം പാസ്റ്റർ മനസ്സിലാക്കിയ ഒരു, അതായത് ഇസ്ലാമിക വിഷയങ്ങളെ ഉദ്ദേശിക്കുന്നത്, എത്ര പെർസെന്റേജ് നമ്മൾ ബൈബിൾ കോളേജിൽ പോയത് കൊണ്ടുണ്ടായി, എത്ര പെർസെന്റേജ് നമ്മൾ അല്ലാതെ ആ ഒരു ഇതുണ്ടായി, അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? അത് നമ്മളുടെ ഈ കർമ്മ മേഖലക്കനുസരിച്ച് ഇവ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം എങ്ങും പോകാതെയല്ലേ സിസ്റ്റർ ലീ ഇവരൊക്കെ പഠിച്ചത്. നസീനുമൊക്കെ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈബിൾ സെമിനാരി കേട്ടോ അങ്ങനെ. അപ്പോൾ എന്നിട്ടും അവർ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നത് നമ്മളുടെ മുമ്പിൽ വന്നുപെടുന്ന പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടാണ്. ഞങ്ങളുടെ പഠന രീതി, ഞാൻ അത് ഡിഗ്രി കാലയളവ് അപ്പോൾ കഴിഞ്ഞിട്ട് സെമിനാരി കാര്യമൊക്കെ പഠിക്കുമ്പം ഇതിനൊരു രീതിയുണ്ട്. ഞങ്ങൾ അന്യമതസ്ഥരെ പറ്റി ഇന്ന് നമ്മൾ നടത്തുന്ന തരത്തിലെ ക്രിട്ടിക്കൽ സ്റ്റഡി ഒന്നുമില്ല. പോസിറ്റീവ് ആംഗിളാണ് പഠിക്കുന്നത്. നല്ല നിലയിൽ തന്നെ അവരെ കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ നമുക്കൊരു തെറ്റിദ്ധാരണയും വന്നിരുന്നു ഇസ്ലാമിനെ പറ്റിയും ഹിന്ദു മതത്തെ പറ്റിയും ഒക്കെ വന്നിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതം എന്ന നിലയിലാണ് ഹിന്ദു മതത്തെ കണ്ടത്. മറിച്ച് സർവശക്തന് കീഴടങ്ങുന്ന മതം, ഹൈപ്പോത്തസിസ് ഉള്ള മതം എന്നൊക്കെയുള്ള നിലയിലാണ് ഇസ്ലാമിനെ കണ്ടത്. പക്ഷെ ഈ മുഹമ്മദിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വലിയ ഇറങ്ങിച്ചെന്നൊരു പഠനമില്ല. 5 pillars ഓഫ് ഇസ്ലാം എന്നും പിന്നെ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു ദ വേൾഡ്, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ സംഭാവനകൾ പോസിറ്റീവ് ആംഗിളാണ് പഠിക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ വിശ്വാസ സമർത്ഥനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടി വരുമ്പോൾ രണ്ട് കാര്യങ്ങളൊന്ന്, ഈ ബൈബിൾ വന്നാലും വിടരുത്, നമുക്ക് സാക്ഷ്യം പറയാനുള്ള നല്ലൊരു വേദിയാണ്. അപ്പം അയാൾ നമ്മളോട് ദൈവപുത്രനോ മനുഷ്യപുത്രനോ ഒക്കെ പറഞ്ഞാൽ അവിടെ എംഫസൈസ് ചെയ്യണം. കാരണം ഈ പറയുന്ന ചിന്തകളിൽ മനുഷ്യനെ ജീവിപ്പിക്കാനുള്ള ഒരു മരുന്ന് ദൈവവചനത്തിലുണ്ട്, ബൈബിളിലുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഏത് തകർന്നിരിക്കുന്നവനും ആശ്വാസത്തെ കിട്ടുന്ന ഉന്മേഷദായകമായ ഒരു ഔഷധം യേശുവിൻ്റെ വചനങ്ങളിൽ ഉണ്ട്. അപ്പൊ യേശു ക്രിസ്തു എന്ന ഒരു പേരിന് പോലും ഉണ്ട് വലിയ പവർ. അത് വലിയൊരു ഹീലിംഗ് പവറാണ്. ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് ഈ പദത്തിനുണ്ട്. മാത്രമല്ല യേശുവിൻ്റെ വാക്കുകൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അത്തരത്തിലെ ഒരു വലിയ റവല്യൂഷനാണ്. റവല്യൂഷൻ, റിഫോർമേഷൻ ഇതെല്ലാം ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു താർക്കികൻ ബൈബിളിൽ ഉറച്ചു നിൽക്കുകയും അവരെ വിഷയങ്ങൾ അക്കാഡമിക്കലി പഠിക്കേണ്ടത് വേണ്ട, പെരിഫറൽ വേയിൽ ചില ഖണ്ഡനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം
ഇതിന്റെ ഈ പൾസ് അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യണം. ബോയ് ബ്രദറെ, എനിക്ക് മാത്രം പോയതാണോ? സൗണ്ട് കേൾക്കുന്നില്ല. കൊടുത്തണം ഫസ്റ്റ് സൗണ്ട് പോയി കേട്ടോ. ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. ഇതേപോലെ മറ്റേ ഫസ്റ്റ് ഒരു 10 പഠിക്കേണ്ട സെക്കൻഡ് മറ്റൊരു മിസ്സായി കാര്യം, ഫാസ്റ്റേ. ഒരു 20 ഫാസ്റ്റേ സെക്കൻഡ് മിസ്സായി 10 കൊടുത്തണം ഫസ്റ്റ്. അതെ അതെ. അവസാനം കേട്ട് എന്തായിരുന്നു? അതായത് നമ്മൾ അവരുടെ അവസാനം കേട്ടത് വിഷയങ്ങളും പഠിക്കണമെന്നുള്ള ഇതില്. അതായത് ബൈബിള് മാത്രം അല്ല, സോറി, അത് നമ്മൾ ബൈബിളിന്റെ ഒരു അതെ ക്വസ്റ്റ്യൻ അതെ അതെ. വന്നാലും നമ്മൾ അത് അപ്പൊ എടുക്കണം. നമ്മളിത് ഗൗരവം കൊടുത്ത് ബൈബിള് തന്നെ പഠിക്കണം. അതിന് ബൈബിളിന്റെ ജോഗ്രഫി ഉണ്ട്, ബൈബിൾ ലാൻഡുകളുടെ. അതിൽ പറയുന്ന ടൗണ് ഇപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ വെള്ളം കൊണ്ടുപോകാൻ ഒരു നീർപ്പാത്തി നിർമ്മിച്ച രാജാവിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ആ നീർപ്പാത്തിയൊക്കെ എക്സ്കവേഷൻസ് വഴി കൃത്യം കണ്ടെത്തിയിട്ടുണ്ട്, അത് ശരിയായിരുന്നു എന്നുള്ളതിന്. അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ ബൈബിളുണ്ട്. ബൈബിളിന്റെ ഒരു പ്രത്യേകത, ഹിസ്റ്ററി പറയുന്ന പോലെ ഉള്ള കുറെ ഭാഗങ്ങളുണ്ട്, സങ്കീർണങ്ങളായ കുറെ ഭാഗങ്ങൾ. അപ്പൊ ഇതും ആധുനിക ചരിത്രത്തിന്റെ കണ്ടെത്തലും തമ്മിൽ സമരസപ്പെട്ടു പോകുന്നു എന്നതാണ് അതിന്റെ ഹിസ്റ്റോറിസിറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ആർക്കിയോളജി പോലെ ബൈബിൾ ജോഗ്രഫിയും ഒക്കെ പ്രധാനമാണ്. അത് ഗൗരവതരമായ പഠനം വഴി നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ രണ്ട് കാര്യം: ഒന്ന്, മുൻവിധി ഇല്ലാതെ പഠിക്കുക, ഒരു ബയാസ് ഒന്നും സൃഷ്ടിക്കപ്പെടാതെ, ഒരു പ്രജുഡീസ് മൈൻഡ് ഒന്നും കൂടാതെ ബൈബിളിനെയും മറ്റു വിഷയങ്ങളെ നമ്മൾ സമീപിക്കുക. രണ്ട്, നമ്മളോട് ചോദ്യം ചോദിക്കുന്നവരോടും വൈരുദ്ധ്യാഭിപ്രായങ്ങൾ പറയുന്നവരോടും ഒരു തരത്തിലും നമ്മുടെ മനസ്സിൽ പോലും ഒരു കളങ്കമോ അവരോട് വിരോധമോ വെച്ചിടപെടാതെ അവരെ ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ പ്രകാശനം പരിശുദ്ധാത്മാവ് തരും. ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും 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 നല്ലത്. ഒരാളൊരു കമന്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ നസ്രീൻ സംസാരിക്കുമ്പോൾ, ലെറ്റ്സ് പ്രേ ഫോർ ഹിം. എന്തിനു വേണ്ടിയാണ്? നസ്രീൻ പറഞ്ഞാൽ മതി, അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ആ വ്യക്തിക്ക് ശരിയായ ഉൾക്കാഴ്ച വചനത്തെ പറ്റി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒക്കെ ചെയ്താൽ മതി. ചിലപ്പോഴേ ഇതൊക്കെ നമ്മുടെ എല്ലാം കൈവിട്ട് ഇതൊക്കെ പോകും. കാരണം മനുഷ്യന് സംഭാഷണത്തിൽ അതിൻ്റെതായ പ്രശ്നമുണ്ട്, വാക്കുകളുടെ പെരുപ്പം ഒക്കെ സൃഷ്ടിക്കുന്ന ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളേ ഉള്ളൂ. താങ്ക് യു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അനിൽ പാസ്റ്ററോട്? പറയൂ. അനിൽ പാസ്റ്ററെ, എനിക്കൊരു സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ സങ്കീർത്തനത്തില് ബക്കാന്നും പറഞ്ഞൊരു സ്ഥലം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ ഇവര് പറയുന്ന കേട്ടു, അത് മെക്കയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കേട്ടോ. അപ്പൊ എനിക്കൊരു സംശയം, ഞാനിങ്ങനെ നോക്കിയിട്ട് അത് ജിയോഗ്രഫിക്കലി അങ്ങനെ ഒരു ഇത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിലെന്തെങ്കിലും ചാൻസസ് വല്ലതും ഉണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ? അതിന് ചാൻസ് ഉണ്ട്. അത് ആധുനികമായ ഗവേഷണങ്ങൾ, ചരിത്രകാരന്മാരുടെ പഠനങ്ങൾ ഇസ്ലാമിന്റെ അസ്തിത്വത്തെ അടിമുടി അട്ടിമറിക്കുന്നതാണ്. അപ്പൊ അത് മുസ്ലിം ലോകത്തിന് മനസ്സിലാക്കാൻ അല്പം കൂടെ സമയമെടുക്കും. അത്ര അക്കാഡമിക്കലാണത്. അപ്പൊ അത് വെച്ച് ഇവരീ പറയുന്ന മക്ക എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഈ ടൗൺഷിപ്പ് ഇല്ലായിരുന്നെന്നും അവിടെ ഒരു ഗൗരവതരമായ ഉത്ഖനന പഠനം നടന്നിട്ടില്ലെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറിയ കുടിലുകളും ഒക്കെ മാത്രം ഇരുന്നിരുന്ന ഭൂപ്രദേശമായിരുന്നതാണ് ഒന്ന്. രണ്ട്, ഈ മുഹമ്മദ് എന്നൊരാൾ ഉണ്ടായിരുന്നോ എന്നൊരു ആധുനിക അന്വേഷണമുണ്ട്. അത് ശരിയായിരുന്നോ അതോ ഒരു നിർമ്മിത കഥാപാത്രമാണോ ഇതെന്നൊരു ഇതുണ്ട്. അതിനും കുറെ സാധ്യതകളുണ്ട്. സാധ്യതകൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, 30 പുരുഷന്മാരുടെ ശക്തിയുള്ള ഒരു പുരുഷൻ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ ഈ വീരപ്പനെ പറ്റി പണ്ട് ഒത്തിരി കെട്ടുകഥകൾ കേട്ടിരുന്നു. ഈ വീരപ്പൻ കാട്ടില് ജീവജാലങ്ങളെല്ലാം അഭ്യസിപ്പിച്ചിട്ടേക്കാണ്. പോലീസിന്റെ കാക്കി കണ്ടാൽ അത് കയറി അടിക്കും, ഈ കാട്ടുപോത്തി നിന്ന് അപ്പോഴേ അടിക്കും. അങ്ങനെ അതുകൊണ്ട് വീരപ്പനെ കയറി പിടിക്കാൻ വയ്യ. കുരങ്ങന്മാരെയൊക്കെ അഭ്യസിപ്പിക്കും. ഇത് എത്ര കുരങ്ങനെ അഭ്യസിപ്പിക്കണം? അപ്പൊ അതൊക്കെ കെട്ടുകഥകൾ തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു പുരുഷന് എങ്ങനെയാണാവോ ഈ 11 സ്ത്രീകളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്നത്? നമുക്കതിനൊരു 20 മിനിറ്റ് വെച്ച് കൂട്ടുക, അപ്പോൾ യാത്രയ്ക്ക് ഒരു 15 മിനിറ്റും കൂട്ടുക, 35 മിനിറ്റ്. 35 മിനിറ്റ് ഇൻറ്റു
11 പേര്. ഇതെങ്ങനെ നടക്കുന്നേ? എങ്ങനെ സാധിക്കുന്ന കാര്യം? അപ്പോ ഇദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കണ്ടേ? എങ്ങനെയാണിത്? എന്ത് തരം? എങ്ങനെയാണെങ്കിലും അതൊന്നും ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഉണ്ട് ഈ ജനനം 4 വർഷം അമ്മയുടെ ഉദരത്തിൽ കിടന്നു എന്നൊക്കെയാണ് കഥകൾ വരുന്നത്. ഇങ്ങനെയുള്ള ഒട്ടേറെ അമാനുഷികങ്ങളായ സംഭവങ്ങൾ പറയുന്നു. അപ്പൊ തന്നെ മുഹമ്മദ് പറയുന്നു, ഞാനങ്ങനെ അമാനുഷികനൊന്നും അല്ല, താക്കീതുകാരനാണെന്ന് പറയുകയും ചെയ്യും. ഖുർആൻ പറയുന്നു. അപ്പൊ മുഹമ്മദ് എന്നൊരു ഒരു മനുഷ്യനെ പറ്റി ഖുർആനും ഹദീസിനും പുറത്തുള്ള ചരിത്രത്തിന്റെ രേഖകളിൽ കാണുന്നില്ല. അപ്പൊ മുഹമ്മദ് ഉണ്ടായിരുന്നു. ഒരു ചോദ്യം, പിൽക്കാല മനുഷ്യര് സാന്ദർഭികമായി കൂട്ടിച്ചേർത്ത സംഭവങ്ങളാണോ ഇത് എന്ന് ഒരു പഠനമുണ്ട്. രണ്ടാമത് താങ്കൾ പറഞ്ഞ ബാക്ക എന്ന് പറയുന്നത് സങ്കീർത്തന 84 പറയുന്ന ഒരു സ്ഥലമാണ്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. അപ്പോ ഈ ബാക്കയുടെ ദ വാലി ഓഫ് ബാക്ക എന്നാ ശരി. അപ്പൊ ഈ ബാക്ക ഉപയോഗത്താൽ ബക്ക എന്നും വരുന്നുണ്ട്. അപ്പൊ ഈ ബോക്കീം കണ്ണുനീർ, അതാണ് ശരി പ്രയോഗം. അപ്പൊ കണ്ണുനീർ താഴ്വര എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇസ്രായേൽ മക്കളുടെ ഒക്കെ യാത്രയിൽ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കുറെ തരം മരങ്ങളുണ്ട്. ഈ മരങ്ങൾ പൊഴിക്കുന്ന ഒരു തരം വെള്ളമുണ്ട്. അത് ഈ സൂചി വലിപ്പത്തിൽ നേരിയ നൂലുകൾ പോലെ അതിൽ നിന്ന് നല്ല കുളിർമയുള്ള ജലാംശം പുറപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ അടിയിൽ കൂടി പോകുന്നത് തൽക്കാലത്തേക്കൊരു സുഖമാണ്. അപ്പൊ അത്തരത്തിൽ നേരിയ അതിസൂക്ഷ്മങ്ങളായ വെള്ളത്തിന്റെ കണികകൾ ഇതിന്റെ ഇലകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അത്ര ഇടതൂർ നിൽക്കുന്ന കാടിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ദീർഘനാളിലെ മരുഭൂ യാത്രയിൽ അവരനുഭവിച്ച ചൂടിന് ഒരാശ്വാസമാവുകയും ഈ അങ്ങനെ അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി കരേറ്റി ഈ സ്ഥലത്തെ അവര് കണ്ണീരുകൊണ്ട് സന്തോഷാശ്രുക്കൾ കൊണ്ട് ഇവരിതിനെ ജലാശയമാക്കി തീർക്കും എന്നുള്ളൊരു ഓർമ്മയാണ് സങ്കീർത്തനം 54. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു, ഈ പാലസ്തീനിയൻ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ മുഹമ്മദിന്റെ ഈ കഥയും ബക്കയാകണം മക്ക എന്നൊക്കെയുള്ള അത് ഇന്നത്തെ ആധുനിക യോർദാന്റെ ഭാഗമായുള്ള സ്ഥലങ്ങളാകണമെന്നും ഒക്കെ ഉള്ളൊരു വാദം ശക്തമായിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു മുസൽമാന്റെ ഉള്ളിൽ ഈ ചിന്തയല്ല, അവൻ അക്കാഡമിക്കലി പുറകിലാണ്. അപ്പൊ തൽക്കാലം നമുക്ക് നിലവിലെ ഹദീസും നിലവിലെ ഖുറാനും നിലവിലെ മെക്കയും നിലവിലെ സംഭവങ്ങളും തന്നെയാണ് ഡിബേറ്റിന് ചർച്ചയ്ക്ക് ആധികാരികമായിട്ടുള്ളത്. ഇത് രണ്ടിൽ ഏതിൽ പോയാലും ഇസ്ലാമിന്റെ നിലനിൽപ്പ് വരുങ്ങലിലാണ്, ഏത് രൂപത്തിൽ പോയാലും. ആദ്യം പറഞ്ഞതിൽ പോയാൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ എന്താ പറയുക, ഒരു മിഥ്യാവാദം കൊണ്ട് തന്നെ തകരുന്നു. ഇനി അതല്ല, ഇങ്ങനെ രണ്ടാമത് പറഞ്ഞ ബേസ് അതിനുള്ളതെങ്കിൽ ഐഡിയോളജിക്കലി തകരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹദീസിനെ സ്വീകരിക്കാൻ വയ്യ, തള്ളാൻ വയ്യ. ബൈബിളിനെ സ്വീകരിക്കാൻ വയ്യ, തള്ളാൻ വയ്യ. ഖുർആൻ സമ്പൂർണ്ണമാണോ, അതിൽ നിന്ന് തന്നെ തെളിയിക്കാൻ പറ്റുമോ, പറ്റത്തില്ല. ഇത്തരം ഒരു വലിയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിലാണ് ഇസ്ലാം നിൽക്കുന്നത്, ഖുർആൻ നിൽക്കുന്നത്. മനസ്സിലായോ? താങ്ക് യു പാസ്റ്റർ, മനസ്സിലായി. താങ്ക് യു. ഒരു ചോദ്യം വന്നേക്കുന്നേ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് നേരിടാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇനി അധിക നാളിൽ അതേ രൂപത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അത് ക്രൈസ്തവരല്ല അതിനെ നേരിടുന്നത്.